നമസ്കാരം. സൂപ്പർ പ്രൈം ടൈം ഇന്ന് ഇലക്ഷൻ ബസ്സിൽ നിന്നാണ്. ഞങ്ങൾ തൃത്താലയിൽ നിന്ന് മലപ്പുറത്തേക്കുള്ള യാത്രയിലാണ്. രാഷ്ട്രീയ കേരളത്തെ ഇന്നും ഉഴുതുമറിച്ചത് ഡീൽ വിവാദമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് എഴുതുന്നു. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് RSSന്റെ സർസംഘചാലകായിരുന്ന രണ്ടാം സർസംഘചാലകായിരുന്ന ഗുരുജി ഗോൾവാൾക്കറുടെ ജന്മശതാബ്ദി ആഘോഷത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്ന ഫോട്ടോ സഹിതം തെരഞ്ഞെടുപ്പിൽ ഡീലുണ്ടാക്കുന്ന പതിവ്, RSSുമായി ഡീലുണ്ടാക്കുന്ന പതിവ് വി ഡി സതീശനാണ് എന്ന് ആരോപിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഫേസ്ബുക്ക് കുറിപ്പിടുന്നു. തൊട്ടു പിന്നാലെ വി ഡി സതീശൻ അതിന് മറുപടി പറയുന്നു. 1977 ജനതാ പാർട്ടി പരീക്ഷണം മുതൽ 1989 VP സിംഗ് ഗവൺമെന്റിന് പിന്തുണ കൊടുത്തതുവരെ ഇന്ത്യയുടെ രാഷ്ട്രീയ സന്ദർഭങ്ങളിൽ ഇടതു മുന്നണി സ്വീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷം സ്വീകരിച്ചിട്ടുള്ള നയസമീപനങ്ങളെ അക്കമിട്ട് പ്രതിപക്ഷ നേതാവും വിശദീകരിക്കുന്നു. ഇങ്ങനെ തെരഞ്ഞെടുപ്പ് അടുക്കും തോറും ആർക്കാണ് RSS ബാന്ധവം, ആർക്കാണ് BJPയോട് ചർച്ച, ഈ വിഷയമാണ് കത്തി കയറുന്നത്. എത്രമാത്രം വസ്തുതാപരമാണ് എന്ന് രാഷ്ട്രീയ വിദ്യാർത്ഥികളോട് ചോദിച്ചാൽ അതിന് രണ്ട് ഭാഗത്തു നിന്നും മറുപടികളുണ്ടാവും. പക്ഷേ തെരഞ്ഞെടുപ്പ് ഈ ഒരു വിവാദത്തിൽ കേന്ദ്രീകരിക്കുകയാണോ? മുഖ്യമന്ത്രിയുടെ ആക്രമണം, പ്രതിപക്ഷ നേതാവിൻ്റെ പ്രത്യാക്രമണം. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ഈ വിഷയം ചർച്ച ചെയ്യുന്നു. ആദ്യം ശ്രീ വസന്ത് തെങ്ങുംപള്ളി, ഡീൽ ആരോപണം ആദ്യം ഉന്നയിച്ചത് കോൺഗ്രസ്സാണ്. പാലക്കാട് തോൽവി ഭയന്നാണ് ആ ആരോപണം എന്ന വാദം അപ്പോൾ തന്നെ ഉയർന്നിരുന്നു. പാലക്കാടിനപ്പുറത്തേക്കുള്ള ചില മണ്ഡലങ്ങളെക്കുറിച്ചുകൂടി അതേ കംപ്ലൈൻറ്റ് കോൺഗ്രസ് ഉന്നയിച്ചു. അതിന് CPM മറുപടി പറയുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ പഴയ ചരിത്രം ചൂണ്ടിക്കാണിച്ച് പ്രതിപക്ഷ നേതാവിനെ വ്യക്തിപരമായി മുഖ്യമന്ത്രി കടന്നാക്രമിക്കുകയാണ്. അദ്ദേഹം തിരിച്ച് പിണറായി വിജയൻ 77 എങ്ങനെയാണ് ജയിച്ചത് എന്ന് ചോദിക്കുന്നുമുണ്ട്. ഇത് ആണോ കേരളത്തിലെ ജനങ്ങൾ അർഹിക്കുന്ന തെരഞ്ഞെടുപ്പ് സംവാദം? അതിൽ കൃത്യമായി ഉത്തരം പറയാൻ ശ്രമിക്കും. ഒന്ന്, ഇതല്ല തീർച്ചയായും കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന തെരഞ്ഞെടുപ്പ് സംവാദം എന്നതിൽ എനിക്കോ നാഷണൽ കോൺഗ്രസിനോ എതിരഭിപ്രായം. ഇവിടെ ജനങ്ങൾ ചർച്ച ചെയ്യേണ്ടത് ഇവിടെ സർക്കാരിനെതിരായ ജനവിരുദ്ധ വികാരമാണ്. ആയതുമായി ബന്ധപ്പെട്ട് പറയുന്ന വിലക്കയറ്റം തൊട്ട് സ്ത്രീ സംരക്ഷണം അടക്കമുള്ള അഴിമതി അടക്കമുള്ള വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. പക്ഷെ അതൊക്കെ ചർച്ച ചെയ്താൽ അങ്ങനെയൊക്കെ ഒരു ആന്റി ഇൻകൺവൻസിയുടെ പീക്കിൽ എത്തി നിൽക്കുകയാണെങ്കിലും ആന്റി ഇൻകൺവൻസിയുടെ 5-8 കളിയാണ് സംസ്ഥാനത്ത് ഉള്ളത് എങ്കിലും അതിനെ വോട്ടാക്കി മാറ്റാൻ പറ്റാത്ത വണ്ണത്തിൽ അതിനെ കവച്ചു വെക്കാൻ പറ്റുന്ന രീതിയിൽ RSSും BJPയുമായി CPM ഒരു ഡീല് നടത്തിയാൽ, അങ്ങനെ ഒരു B ടീം കളിക്കിറങ്ങിയാൽ ആ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ജനം ആഗ്രഹിക്കുന്ന, ജനം അർഹിക്കുന്ന വിഷയങ്ങളുണ്ട്. അത് എത്ര ചർച്ച ചെയ്താലും അത് ഉപകാരപ്പെടുകയില്ല, അത് ഫലം കാണാതെ എന്ത് വസ്തുതയുടെ അടിസ്ഥാനത്തിൽ പറയും ശ്രീ വസന്ത്? പറയാം അതിലേക്കാണ് ഞാൻ എത്തുന്നത്. അതായത് അങ്ങനെ ജനം ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടണമെന്ന് മാത്രമല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, അതിന് ഫലമുണ്ടാവണം. അതിന് ഫലമുണ്ടാവണമെങ്കിൽ എന്തുണ്ടാകണം? ഒരു ട്രാൻസ്പെറന്റ് ആയ ഇലക്ഷൻ ഉണ്ടാവണം. A ടീം B ടീം കളി ഒഴിവാകണം. അതുണ്ടായി എന്ന് ഞങ്ങൾ പറയാനുള്ള കാരണങ്ങൾ രണ്ടാണ്. ഒന്ന്, ഇപ്പോൾ നോക്കൂ, കേരളത്തിൽ പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ BJP വോട്ടുണ്ടായിരുന്ന BJPയുടെ മുൻകാല പ്രധാനപ്പെട്ട നേതാക്കൾ, കേന്ദ്ര നേതാക്കളടക്കം മത്സരിച്ചിരുന്ന മണ്ഡലങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ആരാ മത്സരിക്കുന്നത്? മിനിഞ്ഞാന്ന് വരെ കുന്നത്തുകാട്ടിലെ ഒരു മാങ്ങാ പാർട്ടിയായിരുന്ന ഇന്ന് കേരളത്തിലെ ഒരു ചക്ക പാർട്ടിയായി വളർന്ന ഏതോ ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ പോലും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലെങ്കിൽ മത്സരിക്കാൻ പറ്റില്ല എന്ന സാമാന്യ വിവരം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇല്ലാത്തവരാണ്. അപ്പോൾ ആ ചക്ക പാർട്ടിക്ക്, അല്ലെങ്കിൽ ഈ പറയുന്ന കുന്നത്തുനാട്ടിൽ മാത്രമുണ്ടായിരുന്ന ഒരു പാർട്ടിക്ക് കേരളത്തിൽ BJPക്ക് വോട്ടുള്ള, വോട്ട് പേരുള്ള, വോട്ട് ബാങ്ക് ഉള്ള പ്രധാനപ്പെട്ട മണ്ഡലങ്ങളെല്ലാം തീരെഴുതി കൊടുത്തത് ഏത് ഡീലിന്റെ പശ്ചാത്തലത്തിലാണ് എന്ന പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? BJPക്ക് വേരോട്ടം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് അവർ തന്നെ പ്രത്യാശിക്കാം. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അവർ മുന്നേറ്റം ഉണ്ടാക്കിയെന്ന് RSS തന്നെ വിലയിരുത്തിയ ആ റിപ്പോർട്ടുകൾ പുറത്തുള്ള മണ്ഡലങ്ങളിലാകെ അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളെ ആകെ മാറ്റി നിർത്തിയാണ്. കുമ്മനം രാജശേഖരന് സീറ്റ് കിട്ടിയത് പോലും അവസാന മുറുമുറുപ്പിലാണ്. പി മുരളീധരന്റെ അവസ്ഥ എന്താ? ഈ BJPയിലെ പ്രധാനപ്പെട്ട ലീഡർഷിപ്പ് ആകെ മാറി നിന്നുകൊണ്ട് അവിടെ തീർത്തും അപ്രസക്തരായ, മിനിഞ്ഞാന്നത്തെ മഴയ്ക്ക് പൊട്ടിമുളച്ച
ഒരു പാർട്ടിക്ക് സീറ്റ് കൊടുക്കുകയാണ്. അങ്ങനെ സീറ്റ് നേതാക്കളെല്ലാം മാറി നിൽക്കുന്നുണ്ടോ? കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് മത്സരിക്കുന്നു, രാജീവ് ചന്ദ്രശേഖർ നേമത്ത് മത്സരിക്കുന്നു, കടകംപള്ളി സുരേന്ദ്രൻ മത്സരിക്കുന്നു, BJPക്ക് വേണ്ടി വി മുരളീധരൻ മത്സരിക്കുന്നു കഴക്കൂട്ടത്ത്. എത്രയോ നേതാക്കൾ എവിടെയൊക്കെ മത്സരിക്കുന്നു. കാട്ടാക്കടയിൽ PK കൃഷ്ണദാസ് മത്സരിക്കുന്നു, ശോഭാ സുരേന്ദ്രൻ പാലക്കാട് മത്സരിക്കുന്നു. ആരാണ് മാറി നിന്നത്? MT രമേശ് മത്സരിക്കുന്നില്ല എന്നതൊഴിച്ചാൽ ഏത് BJP നേതാവാണ് മാറി നിന്നത്? കുമ്മനം രാജശേഖരൻ ആറന്മുളയിൽ മത്സരിക്കുന്നു. പിന്നെ സഖ്യകക്ഷികൾക്ക് സീറ്റ് കൊടുത്തു എന്നുള്ളത് ഡീലിന്റെ ഉദാഹരണമാണ്. ഇപ്പോൾ BJPക്ക് നല്ല സാധ്യതയുള്ള തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ നിങ്ങളുടെ സഖ്യകക്ഷിയാണല്ലോ, CP ജോൺ ആണല്ലോ മത്സരിക്കുന്നത്. സഖ്യകക്ഷികൾക്ക് എന്താ കോൺഗ്രസ് സീറ്റ് കൊടുക്കാറില്ലേ? അങ്ങനെയല്ല. അപ്പൊ CMBയെയും ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാങ്ങാ പാർട്ടിയെയും അങ്ങ് ഒരേ തട്ടിലാണോ കൂട്ടുന്നത്? CMB എന്ന് പറയുന്നത് എത്രയോ കാലഘട്ടമായി, എത്രയോ കാലങ്ങളായി ഈ മണ്ണിൽ പ്രവർത്തിച്ചു വരുന്ന പാർട്ടിയാണ്. CP ജോണിന് പാർട്ടിക്ക് അപ്പുറത്ത് വ്യക്തിപരമായ ഒരു ഇമേജ് ഉണ്ട്. അങ്ങനെയാണോ ഈ പറയുന്ന മാങ്ങാ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളുടെ അവസ്ഥ? എന്താ അവരുടെ അവസ്ഥ? ഞാൻ നേരത്തെ അതിനെ വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. സ്ഥാനാർത്ഥി ആവണമെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് വേണം എന്നുള്ള മിനിമം ബോധ്യം പോലും ഇല്ലാത്തവരാണ് അവരുടെ സ്ഥാനാർത്ഥികൾ. അങ്ങനെയുള്ളവരെ കെട്ടിയിറക്കിയാണ്. ഞാൻ ചോദിക്കട്ടെ, റാന്നിയിൽ ആരാ ഇവർ സ്ഥാനാർത്ഥി? റാന്നിയിൽ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇവർക്ക് വോട്ടുണ്ടായിരുന്നാണല്ലോ. ഏറ്റുമാനൂരിൽ ആരാ സ്ഥാനാർത്ഥി? തൃക്കാക്കരയിൽ ആരാ സ്ഥാനാർത്ഥി? അങ്ങനെ പ്രധാനപ്പെട്ട BJP മുമ്പോട്ട് വന്നുവെന്ന് അവർ തന്നെ അവകാശപ്പെട്ട പല മണ്ഡലങ്ങളിലും ഇത്തരത്തിൽ സഖ്യകക്ഷിക്ക് സീറ്റ് കൊടുക്കുക. സഖ്യകക്ഷി എന്ന് പറഞ്ഞാൽ സഖ്യകക്ഷി എന്ന് കൂട്ടാൻ പോലും പറ്റാത്തൊരു പാർട്ടി, പ്രാദേശിക പാർട്ടി എന്നോ പഞ്ചായത്ത് പാർട്ടി എന്നോ പറയാൻ പറ്റുന്ന ഒരു പാർട്ടി, ആ പാർട്ടിക്ക് പ്രധാനപ്പെട്ട സീറ്റുകൾ വീതം വെച്ചു കൊടുത്തത് ഏത് ഡീലിന്റെ പുറത്താണ് എന്ന് ചോദിച്ചാൽ എന്താ സംശയം? ഇനി അങ്ങ് സൂചിപ്പിച്ച ഒരു ഡസൻ ലീഡേഴ്സ് ഉണ്ടല്ലോ, കുമ്മനം അടക്കമുള്ളവർ, ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു, നിങ്ങളുടെ റിപ്പോർട്ടേഴ്സിനോട് ചോദിച്ചാൽ മതി, ഡൽഹി റിപ്പോർട്ടേഴ്സിനോട്. ഏറ്റവും അവസാനത്തെ മുറുമുറുപ്പിൽ ഇൻസൈഡ് പാർട്ടി തർക്കങ്ങളിലാണ് അവർക്ക് പോലും സീറ്റ് കിട്ടുന്നത്. ഇനി പാലക്കാടേക്ക് വന്നാൽ എന്താ ഉണ്ടാവുന്നത്? പാലക്കാട് BJPയുടെ സ്ഥാനാർത്ഥി ആരാ? ശോഭാ സുരേന്ദ്രൻ. ആരാ ശോഭാ സുരേന്ദ്രൻ? താൻ BJP CPM ഡീലിലെ നടുപ്പാലമായിരുന്നു എന്ന് എല്ലാ കാലത്തും പരസ്യമായി വിരിച്ചു പറഞ്ഞിട്ടുള്ളവരാണ് അവർ. ഈ പറയുന്ന CPMന്റെ പ്രധാനപ്പെട്ട നേതാവായ ജയരാജനെ BJPയിലേക്ക് എത്തിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയത് താനാണ്. CPMലെ പ്രധാനപ്പെട്ട ലീഡർഷിപ്പ് എല്ലാവരുമായി ബന്ധമുണ്ട് തനിക്ക് എന്ന് നിങ്ങളോടടക്കം പറഞ്ഞ ആളാണ്. വൈദേഹം റിസോർട്ട് കച്ചവടത്തിൽ ബ്രോക്കറായി നിന്ന ആളാണ്. അതായത് CPM BJP കൂട്ടുകൃഷിയുടെ ബ്രോക്കറായി എല്ലാ കാലത്തും നിന്ന ആളാണ് ശോഭാ സുരേന്ദ്രൻ. ആ ശോഭാ സുരേന്ദ്രൻ അവിടെ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ CPMന്റെ സ്ഥാനാർത്ഥി ആരാ? NMR റസാഖ്. റസാഖ് ആരാണെന്ന് അവിടുത്തെ സഹാക്കൾക്ക് പോലും അറിയില്ല. റസാഖ് സഹാബാണെന്ന് റസാഖിനും അറിയില്ല. അതാണ് രസം. കോമ്രേഡ് എന്ന് പറഞ്ഞ ആരൊക്കെയോ ചെന്ന് ബിരിയാണി കടയുടെ ഫ്രണ്ടിൽ നിന്ന് വിളിക്കുമ്പോൾ റസാഖ് ഞെട്ടിയാണ്. പാലക്കാട് അറിയപ്പെടുന്ന ഒരു കച്ചവടക്കാരനും അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകനും ഒക്കെയാണ്. ഒരു പക്ഷേ മറ്റൊരു സ്ഥാനാർത്ഥിയേക്കാൾ കൂടുതൽ വോട്ട് NMR റസാഖ് പിടിച്ചേക്കാം. എനിക്ക് തോന്നുന്നു കോൺഗ്രസിന്റെ ആശങ്ക NMR റസാഖ് എത്ര വോട്ട് പിടിക്കില്ല എന്നതിനേക്കാൾ NMR റസാഖ് എത്ര വോട്ട് പിടിക്കും എന്നതിലാണ് എന്ന് തോന്നുന്നു. ഇതേ ചോദ്യം കോൺഗ്രസിനോട് ചോദിക്കാം. വളരെ ഹൈ പ്രൊഫൈൽ മത്സരം നടക്കുന്ന ഒരിടത്ത് ഒരു മുഖ്യധാര രാഷ്ട്രീയ നേതാവിനെ അല്ലല്ലോ നിങ്ങൾ മത്സരിപ്പിക്കുന്നത്. നേമത്തെ K മുരളീധരനെ അയച്ച പാർട്ടി എന്തുകൊണ്ടാണ് പാലക്കാടേക്ക് ഒരു വളരെ വലിയ നേതാവിനെ അയക്കാത്തത്? രമേശ് പിഷാരടി ജനകീയനായ ആളാണ്, പക്ഷെ അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിന് എത്രമാത്രം കേപ്പബിൾ ആണെന്ന സംശയം ആർക്കും തോന്നാം. വസന്ത്, ശ്രീ അഭിലാഷ്, രമേശ് പിഷാരടി കോൺഗ്രസ്സുകാരനാണ് എന്നതിൽ അങ്ങേക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ലല്ലോ. രമേശ് പിഷാരടി കാലങ്ങളായി കോൺഗ്രസ് രാഷ്ട്രീയം സംസാരിക്കുന്ന, കോൺഗ്രസിന്റെ വേദികളിൽ സ്റ്റാർ ക്യാമ്പയിനറായി വരുന്ന ആളാണ്. എന്തിനേറെ ഈ പാലക്കാട്ടിലെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അന്ന് അവിടുത്തെ സമാപന സമ്മേളനത്തിലെ മുഖ്യ പ്രാസംഗികൻ അയാളായിരുന്നു. എല്ലാവരെയും ക്രൗഡ് പുള്ളറായി വന്ന് ആ തെരഞ്ഞെടുപ്പ് യോഗത്തെ ആകെ കയ്യിലെടുത്ത ആളാണ് അയാൾ. കൃത്യമായി രാഷ്ട്രീയം തൻ്റെ ജീവിതത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. കേന്ദ്രത്തിലും സംസ്ഥാനത്തും ഭരണമില്ലാത്തപ്പോൾ ഒഴുക്കിനെതിരെ നീന്താൻ ധൈര്യം കാണിച്ച കലാകാരനാണ്. അയാൾക്ക് ആ ഒരു കോൺഗ്രസ് ഐഡന്റിറ്റി കാലങ്ങളായുണ്ട്. റസാഖിൻ്റെ അവസ്ഥ അതാണോ? റസാഖിൻ്റെ അവസ്ഥ അതാണോ? ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന എത്രയോ പേരുണ്ട്. അങ്ങ് പറഞ്ഞതാണ് ശരി, അയാളൊരു കച്ചവടക്കാരനാണ്. ആ കച്ചവടക്കാരൻ ഈ സീറ്റ് കച്ചവടം നടത്തിയത് അയാളും CPMും തമ്മിലുള്ള കച്ചവടമാണോ അതോ CPMും BJPയും തമ്മിലുള്ള കച്ചവടമാണോ എന്നതാണ് ഇനി അറിയുന്നത്. അരുൺകുമാർ, ഈ വിഷയത്തിൽ ചുറ്റിത്തിരിയണോ തെരഞ്ഞെടുപ്പ് എന്നൊരു ചോദ്യമുണ്ട്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെ ആക്രമിച്ചെങ്കിൽ 2006 അദ്ദേഹം ഒരു RSSന്റെ ചടങ്ങിന് പോയത് പരാമർശിച്ച് ആക്രമിച്ചെങ്കിൽ അതിന് പ്രത്യാക്രമണം, അതിന് 2 പതിറ്റാണ്ടും 3 പതിറ്റാണ്ടും മുമ്പുള്ള കാര്യങ്ങൾ എണ്ണി നിരത്തി പ്രത്യാക്രമണം നടത്തിയിട്ടുണ്ട്. ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നു, ഈ ഡീല് അതല്ലെങ്കിൽ ആർക്കാണ് BJP ബാന്ധവം എന്ന വിഷയത്തിലാണോ കേരളത്തിലെ ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചുറ്റിത്തിരിയേണ്ടത്?
തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകേണ്ടത് കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ രംഗത്തുമുള്ള വികസന മുന്നേറ്റങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് തന്നെയാണ്. ഏതെങ്കിലും മേഖലയിൽ കുറവുണ്ടോ അതും ചർച്ച ചെയ്യാം. ഒരു വിജ്ഞാന സമൂഹമായിട്ട് കേരളം കുതിച്ച് മുന്നേറുന്ന ഇപ്പോഴത്തെ സാഹചര്യം ഈ തെരഞ്ഞെടുപ്പിൻ്റെ പര്യടനത്തിൽ ആകമാനം ചർച്ചയാകണം എന്നതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ ആരാണ് ഈ ഡീല് എന്ന വാക്കുമായിട്ട് ഇറങ്ങിയത്? ഏറ്റവും ആദ്യം വിസ്മയം എന്ന് പറഞ്ഞ് ഇറങ്ങിയത് ആരാണ്? എന്നിട്ട് വിസ്മയം ഞാൻ പറയാം, 14 സ്ഥാനാർത്ഥികൾ 140-ൽ 14 BJPയുടെ സ്ഥാനാർത്ഥികൾ ഇപ്പോഴോ കുറച്ച് നാൾ മുമ്പോ കോൺഗ്രസ് വിട്ട് BJP ആയി മാറിയവരാ. അതുകൊണ്ട് വിസ്മയം വിസ്മയം എന്ന് പറഞ്ഞ് ഇറങ്ങി ഏറ്റവും കൂടുതൽ ആഘാതം സൃഷ്ടിച്ചത് കോൺഗ്രസ് തന്നെയാണെന്ന് അറിയാം. അത് കഴിഞ്ഞപ്പോൾ ഡീൽ എന്നും പറഞ്ഞിറങ്ങി. ഏതെങ്കിലും ഒരു തെളിവ് ഇവർ പുറത്തു വിട്ടോ? കാരണം ഈ പറയുന്നയാൾ ഒരു പ്രതിപക്ഷ നേതാവല്ലേ, ഒരു പ്രധാനപ്പെട്ട പദവി വഹിക്കുന്നയാളാണ്. എന്തെങ്കിലും ഒരു തെളിവിന്റെ കണിക പുറത്തു വിട്ടിട്ടാണ് ഫോൺ സന്ദേശമോ മെസ്സേജോ മറ്റെന്തെങ്കിലും കാര്യമോ ചർച്ചയോ ഡീറ്റെയിൽസോ എൻ്റെ കയ്യിൽ ഇന്ന തെളിവുണ്ട് എന്ന് പറയാം. ആദ്യം പാലക്കാടിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഇറങ്ങിയപ്പോൾ മുൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കുറച്ചോടെ മണ്ഡലം. അപ്പോൾ ഡൽഹിയിലിരുന്ന ഒരു നേതാവ് പറഞ്ഞു അത് 7 മണ്ഡലം, പിന്നെ 10 മണ്ഡലമായി. പിന്നെ മണ്ഡലങ്ങളുടെ എണ്ണം എടുത്തു പോവുകയാണ്. ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഡീൽ എന്ന് സംശയിക്കുന്ന എന്തെങ്കിലും ഒരു വിവരം പുറത്തുവിടാൻ ഇവർക്ക് പറ്റിയോ? പക്ഷെ ഞങ്ങൾ പറഞ്ഞല്ലോ, ഞാനിപ്പോ ഈ ചർച്ചയ്ക്ക് ഇരിക്കുന്നത് കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിലാണ്. പലയിടത്തും BJP സ്ഥാനാർത്ഥികൾ ഇല്ല, ഉള്ള സ്ഥാനാർത്ഥികൾ ദുർബലമാണ് എന്നുള്ളതാണ് ആ കാര്യത്തിലെ വാദം. അതുകൊണ്ട് ഡീലാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാം അവർക്ക്. അല്ല, അത് ശ്രീ അഭിലാഷ് തന്നെ ആദ്യം ചോദിച്ചു. ഒരു മുന്നണിയിലേക്ക് ഒരു ഘടകകക്ഷി കൂടുതൽ വരുമ്പോൾ എങ്ങനെ അവരെ അക്കോമഡേറ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് അതാത് മുന്നണിയാണ്. ഞങ്ങൾക്ക് സമാനമായിട്ടുള്ള അനുഭവമുണ്ട്. താങ്കൾക്കറിയോ, 3 തവണ തുടർച്ചയായി സാജു പോൾ ജയിച്ച മണ്ഡലമായിരുന്നു പെരുമ്പാവൂര്. ആ പെരുമ്പാവൂർ മണ്ഡലം കഴിഞ്ഞ തവണ ഞങ്ങൾ മാണി കോൺഗ്രസിന് വിട്ടുകൊടുത്തു. BD ദേവസ്യ വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ച മണ്ഡലമാണ് ചാലക്കുടി. കഴിഞ്ഞ തവണ ഞങ്ങൾ ജയിച്ച മണ്ഡലം മാണി കോൺഗ്രസ് വിട്ടുകൊടുത്തു. പിറവം മണ്ഡലം ഞങ്ങൾക്ക് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വോട്ടുള്ള രക്തസാക്ഷികളുടെ നാട് കൂത്താട്ടുകുളം ഉൾപ്പെടുന്ന മണ്ഡലം ഞങ്ങൾ വിട്ടുകൊടുത്തു. അതെല്ലാം ഒരു മുന്നണിയുടെ ഭാഗമായി ഈ മാണി കോൺഗ്രസ് വന്നപ്പോൾ 13 സീറ്റാണ് ഞങ്ങൾ വിട്ടുകൊടുത്തത്. അങ്ങനെ ഒരു മുന്നണിയിൽ പലരും പുതിയ കക്ഷികൾ വരുമ്പോൾ അവരുടേതായിട്ടുള്ള തീരുമാനം എടുക്കും. അത് അവരുടെ ആഭ്യന്തരമായിട്ടുള്ള കാര്യമാണല്ലോ. ഇപ്പോൾ ഇവർക്ക് സംശയിച്ചുകൊണ്ടേയിരിക്കാം. പക്ഷെ അതിന് ഒറ്റ ലക്ഷ്യമുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു പൊതു രാഷ്ട്രീയ വിഷയങ്ങളും ഈ കേരളത്തിൽ ചർച്ചയാകാൻ പാടില്ല. മിസ്റ്റർ അഭിലാഷ്, ഇനി എത്ര ദിവസമുണ്ട് തെരഞ്ഞെടുപ്പിന്? ഒരു 13 ദിവസമല്ലേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് പെസഹവ്യാഴ, ദുഃഖവെള്ളി, ദുഃഖശനി, ഈസ്റ്റർ 4 ദിവസം അവധിയായിട്ട് പോകും. അപ്പൊ പ്രചരണത്തിന് കിട്ടുന്ന വളരെ കുറച്ച് ദിവസമാണ്. ആ ദിവസങ്ങൾക്കുള്ളിൽ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം, ഞങ്ങൾക്ക് ഭരണം കിട്ടിയാൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അത് ജനങ്ങളിലേക്കും പുതിയ വോട്ടർമാരിലേക്കും എത്തിക്കുക എന്നതല്ലേ ഇച്ഛാശക്തിയുള്ള ഒരു മുന്നണി ലക്ഷ്യം വയ്ക്കുക. ഇവർ ഇതുവരെ ഒരു രാഷ്ട്രീയ വിഷയം ഉയർത്തിയിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇവരിങ്ങനെ പൊതുസമൂഹത്തിലേക്ക് കുറെ സംശയങ്ങൾ ഇടുക, ആ സംശയത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് പോകുക. അപ്പോൾ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളെ മറക്കാൻ, ജനങ്ങളെ എങ്ങനെയെങ്കിലും മറക്കുക എന്ന രൂപത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ വിഷയം ഡീലൊന്നുമല്ല. ഞങ്ങൾ വരുന്ന 5 വർഷം കേരളത്തിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, 10 വർഷത്തെ ഭരണ തുടർച്ചയുടെ ഭാഗമായി ചെയ്ത നേട്ടങ്ങൾ, അതിന്റെ തുടർച്ചയെക്കുറിച്ച് തന്നെയാണ് ഞങ്ങൾ ചർച്ച നടത്തുന്നത്. അത് കൺവെൻഷനായാലും കുടുംബയോഗമായാലും ഹൗസ് ക്യാമ്പയിനുകളിലെല്ലാം അതാണ് നടക്കുന്നത്. പിന്നെ ഇത്തരത്തിൽ ഡീൽ എന്ന് പറഞ്ഞ് നുണ ആരോപണങ്ങൾ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് ഞങ്ങളുടെ കടമയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ പറഞ്ഞത് 2006-ൽ ആ ഗോൾവർക്കറുടെ അടുത്ത് പോയി 90 ഡിഗ്രിയിൽ വളഞ്ഞു നിന്ന് തൊഴുത് വിളക്ക് കത്തിച്ച് അന്ന് തുടങ്ങിയ ഡീല്, ആ ഡീലിനെ കുറിച്ച് പറഞ്ഞ് ഞങ്ങളല്ല, RV ബാബു, വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതാവ് RV ബാബു ആണ് പറഞ്ഞത്. യഥാർത്ഥ ഡീല് എല്ലാ തവണയും ഞങ്ങളുടെ ഓഫീസുകൾ കയറിയിറങ്ങി തൊഴുതു നിന്ന് വോട്ട് നേടിയിട്ടാണ് VD സതീശൻ വിജയിച്ചതെന്നും അങ്ങനെ അതിനെ എതിർക്കുന്ന ഏതെങ്കിലും വാക്ക് VD സതീശന്റെ ഭാഗത്തുനിന്ന് വന്നാൽ തെളിവുകൾ പുറത്തുവിടാമെന്ന് പറഞ്ഞത് RV ബാബു ആണ്. ആ പറഞ്ഞ വാചകങ്ങളെല്ലാം പൊതുസമൂഹത്തിലുണ്ട്. ഇപ്പോഴും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഞാനൊരു ബുക്ക് ഉദ്ഘാടനത്തിന് പോയപ്പോൾ അതിന്റെ പ്രകാശനത്തിൽ നടന്ന ഫോട്ടോയാണതെന്ന്. ആ ബുക്ക് പ്രകാശനം നടന്നത് 2013-ലാണ്. ഇന്ന് മുഖ്യമന്ത്രി പുറത്തുവിട്ട ചിത്രം പൊതുസമൂഹത്തിൽ നേരത്തെ ഉള്ളതാണ്. അത് 2006. അപ്പൊ ഇതെല്ലാം ചെയ്തയാള് തന്നെ തെറ്റായ വ്യാജ ആരോപണങ്ങളുമായിട്ട് രംഗത്ത് വരുമ്പോൾ ഞങ്ങൾ പ്രതിരോധിക്കും. ഇനിയായാലും ഞങ്ങൾ പ്രതിരോധിക്കും. പക്ഷെ ഞങ്ങളുടെ മുഖ്യധാര ഇതല്ല. ഈ തെരഞ്ഞെടുപ്പ് ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ തന്നെയാണ്. ഞങ്ങൾ ഓരോ കുടുംബയോഗങ്ങളിലടക്കം ഈ രാഷ്ട്രീയ വിഷയം ചെയ്യുകയാണ്. ശരി, ശ്രേയസ് നന്ദു, BJPയുമായി ആർക്കാണ് ഡീൽ? ഇതാണ് ചർച്ച. LDFനാണെന്ന് UDFും UDFനാണെന്ന് LDFും ആരോപിക്കുന്നു. ഒരുപാട് കഥകൾ. കോലി വടകര മോഡൽ, വടകര ബേപ്പൂർ മോഡൽ, 2006-ലെ VD സതീശന് നിലവിളക്ക് കൊടുത്തത്, ഇങ്ങനെ 100,000 കാര്യങ്ങൾ ഇതിനോടകം നമ്മുടെ പൊതുസമൂഹത്തിൽ
വരികയാണ്. ഇതെന്താ BJP-യുടെ വോട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ മാർക്കറ്റിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന ചരക്ക് വല്ലതും ആണോ? നല്ല മാങ്ങയുള്ള മാവ് കാണുമ്പോൾ ഏതൊരാൾക്ക് എറിയാൻ തോന്നും. അതിൽ ഞങ്ങൾക്ക് പറയാൻ മറ്റൊന്നുമില്ല അതിനകത്ത്. ഞാനൊരു കാര്യം ശ്രീ അഭിലാഷ്, എൻ്റെ ബഹുമാനീയനായിട്ടുള്ള സുഹൃത്ത്, കോൺഗ്രസിൻ്റെ സുഹൃത്ത് ശ്രീ വസന്ത് പറഞ്ഞ വിഷയത്തിൽ നിന്ന് തുടങ്ങാം. അതായത് വസന്തിനെ പോലെയുള്ള ആളുകളെക്കുറിച്ച് ഞങ്ങൾക്കൊരു ധാരണയുണ്ടായിരുന്നു. അതായത് രാഹുൽ ഗാന്ധി പല മാധ്യമങ്ങളെ കാണുമ്പോഴും വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ട് പോലെ ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ പലതും പറയുകയും പിന്നീട് ഇളിഭ്യനായി തിരിച്ചു പോവുകയും ചെയ്യുന്ന കാഴ്ചകൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ കരുതിയിരുന്നത് അത് രാഹുൽ ഗാന്ധിക്ക് മാത്രമുള്ളൊരു ഇഷ്യൂ ആണ് എന്നാണ് ഞങ്ങളൊക്കെ പൊതുസമൂഹം എന്നുള്ള നിലയിൽ ധരിച്ചിരുന്നത്. പക്ഷേ രാഹുൽ ബ്രിഗേഡുമായി നിൽക്കുന്ന വസന്ത് അടക്കമുള്ള ആളുകൾക്കും അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ, അത്തരത്തിലുള്ള രീതികളാണ് ഉള്ളത് എന്ന് അറിഞ്ഞതിൽ വളരെ ദുഃഖമുണ്ട്. ഞാൻ അദ്ദേഹം എന്നോട് ചോദിച്ച, അല്ലെങ്കിൽ അദ്ദേഹം പറയാൻ ശ്രമിച്ച കുറേ കാര്യം, ചക്ക പാർട്ടി, മാങ്ങ പാർട്ടി എന്നൊക്കെ അദ്ദേഹം ഒരു പഞ്ചായത്ത് ഭരണമുള്ള ഒരു നിയമസഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഒരു ആളുടെയും പിന്തുണയില്ലാതെ ഒറ്റയ്ക്ക് 2 മുന്നണികൾക്കെതിരെ മത്സരിച്ച് ഏതാണ്ട് 30,000-ഓളം വോട്ട് വാങ്ങിയ ഒരു പാർട്ടിയെക്കുറിച്ച് അദ്ദേഹം പറയുകയാണ്. അദ്ദേഹം തുലനം ചെയ്തപ്പോൾ പറഞ്ഞത് CMPയും ആ പാർട്ടിയും തമ്മിൽ 2020യും തമ്മിൽ എന്തെങ്കിലും തരത്തിൽ കമ്പയർ ചെയ്യാൻ സാധിക്കുമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഈ CMP എന്ന് പറയുന്ന പാർട്ടിക്ക് ഈ പറയുന്ന കേരളത്തിനകത്ത് ഒറ്റയ്ക്ക് നിന്നാൽ ഒരു സീറ്റിൽ 100 വോട്ട് തികച്ചു പിടിക്കാൻ പറ്റുന്ന അംഗബലമുള്ള ഒരു പാർട്ടിയാണോ എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം. പിന്നെ അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നത്തെ മാങ്ങ പാർട്ടി, ചക്ക പാർട്ടി, ഇന്നലെയും ഏതൊക്കെയോ മാധ്യമങ്ങളിൽ അദ്ദേഹം ഇത് പറയുന്നത് ഞാൻ കേട്ടു. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളുടെ മുന്നണിക്കാണ് സീറ്റ് കൊടുത്തത്. ഞങ്ങളുടെ മുന്നണിയിൽ മാന്യമായി ഞങ്ങൾ 10 ആളുടെ മുന്നിൽ വന്ന് ഞങ്ങളോടൊപ്പം വന്ന് നിന്ന് ഞങ്ങളുടെ മുന്നണിയാണെന്ന് പ്രഖ്യാപിച്ച സാബു എം ജേക്കബിൻ്റെ 2020ക്കാണ് ഞങ്ങൾ ഏത് സീറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിലും കൊടുത്തിട്ടുള്ളത്. പക്ഷെ നിങ്ങൾ രാത്രിയിൽ ഇരുട്ടിൻ്റെ മറവിൽ നിങ്ങളുടെ കൂടെ വന്ന് നിന്ന് കോൺഗ്രസ് ആണോ എന്ന് ചോദിച്ചാൽ കൃത്യമായി കോൺഗ്രസ് ആണെന്നും പറയാൻ സാധിക്കില്ല, CPM ആണോ എന്ന് ചോദിച്ചാൽ കൃത്യമായി CPM ആണോ എന്ന് പറയാൻ സാധിക്കാത്ത എത്രയോ ആളുകൾക്ക് കേരളത്തിനകത്ത് നിങ്ങൾ സീറ്റ് കൊടുത്തു. നിങ്ങളുടെ നേതാവ്, നിങ്ങളുടെ തലതൊട്ടപ്പൻ, നിങ്ങളുടെ ബുദ്ധി കേന്ദ്രമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന, കോൺഗ്രസ്സുകാർ വിശ്വസിക്കുന്ന ശ്രീ KC വേണുഗോപാലിൻ്റെ ആലപ്പുഴ ജില്ലയിൽ സുധാകരൻ എന്ന് പറയുന്ന ആൾ മത്സരിക്കുന്നുണ്ട് തെങ്ങുംതോപ്പ് ചിഹ്നത്തിൽ. എന്താ കൈപ്പത്തി ചിഹ്നത്തെ മാറ്റിക്കൊടുത്തത്? വസന്തേ, എന്താ മറുപടിയില്ലേ? അപ്പോൾ അതുപോലെ തന്നെ ഒരു കാലഘട്ടത്തിൽ CPMൻ്റെ നേതാവായിരുന്ന ഘട്ടത്തിൽ ഒരു പീഡന കേസിൽ പ്രതിയായ ഒരാളെ നിങ്ങളടക്കമുള്ള ആളുകൾ എത്ര വലിയ രീതിയിലാണ് അയാൾ ഒരു സ്ത്രീയുടെ മാനത്തിന് എന്താ പറയുന്നത് തീവ്രത അളന്ന പാർട്ടിയാണ്, തീവ്രത അളപ്പിച്ച നേതാവാണ് എന്ന് പറഞ്ഞ PK ശശിയെ തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന വസന്ത് അടക്കമുള്ള കോൺഗ്രസ്സുകാർ പറയണ്ടേ, ഈ നാറിയവനെ ചുമന്നാൽ ചുമന്നവനും നാറും എന്ന സിദ്ധാന്തം നിങ്ങൾക്കും ആപ്ലിക്കബിൾ അല്ലേ? അന്ന് നിങ്ങൾ CPMനെതിരെ പറഞ്ഞതൊക്കെ ഇന്ന് വിഴുങ്ങാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഒരു ഘട്ടത്തിൽ ഛർദ്ദിച്ചു വച്ചതൊക്കെ തിരിച്ചെടുക്കേണ്ട ഗതികേടിലേക്ക് കോൺഗ്രസ് മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ജാള്യത മറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഡീലുകളല്ല നിങ്ങൾ പറയേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, ആരൊക്കെ തമ്മിലാണ് ഡീൽ? ഇവിടെ ഇന്ത്യ സഖ്യം എന്ന് പറയുന്നൊരു സഖ്യമുണ്ട്. ഇന്ത്യയിലാകെ കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ അവർ മത്സരിക്കുമ്പോൾ ഇന്ത്യ സഖ്യം എന്നുള്ള ഒറ്റ ടാഗിലാണ് അവർ മത്സരിച്ചത്. ഇവിടെ ഇരിക്കുന്ന വസന്തിൻ്റെയും അതുപോലെ തന്നെ ശ്രീ KS അരുൺകുമാറിൻ്റെയും പ്രധാനമന്ത്രി കാൻഡിഡേറ്റ് ആരാണ്? ഒരൊറ്റയാളാണ്. അല്ല എന്ന് ഇവർക്ക് 2 പേർക്കും പറയാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള വാളയാറിനപ്പുറത്തും അതുപോലെ തന്നെ ഈ പറയുന്ന മഞ്ചേശ്വരം കഴിഞ്ഞാൽ അപ്പുറത്തും കളിയിക്കാവിളയ്ക്ക് അപ്പുറത്തും ഇവർ 2 പേരും ഒന്നാണ്. ഇവർ കേരളത്തിനകത്ത് അഴിമതി നടത്തുന്നതിൽ ഇവർ 2 പേരും ഒന്നാണ്. ഇവർ 2 അല്ല 1 ആണ് എന്ന് ഞങ്ങൾ പറയുമ്പോൾ ശ്രീ അഭിലാഷ്, താങ്കൾ ചിന്തിക്കേണ്ടത് സ്വർണ്ണക്കൊള്ളയിൽ ഇവർ 2 അല്ല 1 അല്ലേ? ഇവർ കേരളത്തിൻ്റെ 69 വർഷത്തെ കേരളത്തിൻ്റെ ചരിത്രത്തിനകത്ത് കേരളം ഇത്രത്തോളം പിന്നോട്ട് പോയപ്പോൾ ഇവർ 2 പേരും 2 അല്ല 1 ആണ് എന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹം ഇന്ന് പറയുന്നില്ലേ? അഴിമതിയുടെ കാര്യത്തിൽ ഇവർ 2 അല്ല 1 ആണ് എന്ന് ഇന്ന് കേരളം പറയുന്നില്ലേ? സ്വജനപക്ഷപാതത്തിൻ്റെ കാര്യത്തിൽ, യുവജന വഞ്ചനയുടെ കാര്യത്തിൽ ഇവർ 2 അല്ല 1 ആണ് എന്ന് ഇന്ന് കേരളം പറയുന്നില്ലേ? ആ കാര്യങ്ങൾ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനകത്ത് ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ ശ്രീ VD സതീശന് കനുകുലു പറഞ്ഞു കൊടുത്ത ഐഡിയയാണ് ഈ ഡീൽ മാമാങ്കം. ആ ഡീൽ എന്ന് പറയുന്ന, നിങ്ങൾ കൊണ്ടുവരുന്ന ഈ ഡീൽ എന്ന് പറയുന്ന കാപട്യമുണ്ടല്ലോ, കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ വികസന പ്രവർത്തനങ്ങളിൽ അവർ പറയുന്ന കള്ളങ്ങളെ പൊളിക്കാൻ കിട്ടുന്ന ഓരോ ദിവസത്തെ ഓരോ അവസരത്തെയും ശ്രീ VD സതീശൻ പിണറായി വിജയനും CPMനും വേണ്ടി ഇല്ലാതാക്കി കളയാൻ BJPയെ മറയാക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് ഈ ഡീലിന്റെ പേരിൽ ഒരു 0.5% സത്യമെങ്കിലും കാണിക്കാൻ കോൺഗ്രസ് പാർട്ടി തയ്യാറാണ്. BJPയുടെ ആരോപണം. ശ്രീ വസന്ത് തെങ്ങുംപള്ളി, ഇത് കനഗോലു സിദ്ധാന്തമാണോ? ഒരു PR ടെക്നിക്കാണോ? ചോദ്യങ്ങൾ അങ്ങോട്ടുണ്ട്. ഇന്ന് ഞാൻ ശോഭാ സുരേന്ദ്രനെ കണ്ടിരുന്നു. അവർ പറയുന്നത്, അവർ ആരോപിക്കുന്നത് ഡീൽ VD സതീശനും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിലാണ് എന്നാണ്. ആ
കാര്യം മറച്ചു വെക്കാനാണ് മറ്റുള്ളവർക്ക് നേരെ ഡീൽ ഡീൽ എന്ന് പറയുന്നതെന്ന് പാലക്കാട്ടെ NDAയുടെ സ്ഥാനാർത്ഥി പറയുന്നു. ഇത് മാത്രമല്ല, നോക്കൂ, ഇന്ന് SDPI ഞങ്ങൾ മത്സരിക്കുന്നില്ല മഞ്ചേശ്വരത്ത് എന്ന് പറയാണ്. കോൺഗ്രസിന് UDFന് ഞങ്ങൾക്ക് മഞ്ചേശ്വരത്ത് SDPIയുടെ വോട്ട് വേണ്ട എന്ന് പറയാനുള്ള ആർജവം ഉണ്ടോ? അതോ അതും വല്ല ഡീലുമാണോ? അല്ല, കേരളമാകെ SDPIയുടെ വോട്ട് ഞങ്ങൾക്ക് വേണം എന്ന് LDF കൺവീനർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൂടി ചർച്ച ചെയ്യണം. ഞങ്ങൾ ഒരു വർഗീയവാദിയുടെ വോട്ട് വേണ്ട എന്നാണ് പറഞ്ഞത്. അതിൻ്റെ അടുത്ത് ഇനി സെപ്പറേറ്റ് ഇന്ന വർഗീയവാദി, ആ വർഗീയവാദി, ഈ വർഗീയവാദി എന്ന് പറയേണ്ട കാര്യമില്ല. ഒരു വർഗീയവാദിയുടെ വോട്ട് UDFന് വേണ്ട. അത് വളരെ കൃത്യമായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞുകൊണ്ട് ഒരു വിജയം ഞങ്ങൾക്ക് ഒരു വർഗീയവാദിയുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞാൽ ആർക്കും ഞങ്ങളെക്കുറിച്ചല്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിവാകാവുന്ന കാര്യമാണല്ലോ. സ്പെസിഫിക് ആയിട്ട് SDPIയുടെ വോട്ട് വേണോ വേണ്ടയോ? മഞ്ചേശ്വരത്താണ് ഇങ്ങനെ ഒരു ഡ്രാമ നടന്നത്, അതുകൊണ്ടാണ് ചോദ്യം. അല്ല, സ്പെസിഫിക് ആയി ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. SDPIയുമായി ചേർന്ന് പത്തനംതിട്ട നഗരസഭ ഭരിച്ചാരാ? SDPIയുമായി ചേർന്ന് അഭിമന്യുവിനെ കൊലപ്പെടുത്തി അതേ SDPIയുമായി ചേർന്ന് അഭിമന്യുവിൻ്റെ നാട്ടിൽ ഭരിച്ചതാരാ? SDPIയുമായി ചേർന്ന് സഖ്യമുണ്ടാക്കിയിരിക്കുന്ന ആരാ? SDPIയുടെ വോട്ട് ഞങ്ങൾക്ക് വേണം, ഞങ്ങളുടെ സഖ്യകക്ഷിയല്ല എന്നാലും വേണം, അതായത് കല്യാണം കഴിക്കില്ല പക്ഷേ ലിവിങ് ടുഗദർ ആവാം SDPIയുമായി എന്ന് ഇന്ന് പറഞ്ഞതാരാ? ഇനി ബാലശങ്കർ ആരാ? അരുൺകുമാറെ, ഈ പറയുന്ന ഓർഗനൈസറിൻ്റെ ചീഫ് സെക്രട്ടറിയാണ്, ചീഫ് എഡിറ്ററാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPM BJP ബാന്ധവമുണ്ട് എന്ന് വളരെ കൃത്യമായി അയാൾ പറഞ്ഞിട്ടില്ലേ? ഇനി ഇവരും പറയുന്നതൊക്കെ വിട്ടേക്ക്. പരസ്യമായി ഏത് കാലഘട്ടത്തിലാണ് BJP നേതാക്കൾ അല്ലെങ്കിൽ RSS നേതാക്കൾ CPMൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ വന്നത്? 77-ലല്ലേ, 70-കളിലല്ലേ? ആ സമയത്ത് RSSൻ്റെയും BJPയുടെ നേതാക്കളായ അദ്വാനി അടക്കമുള്ളവർ അവർ വന്ന് തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനുകളിൽ CPMന് വേണ്ടി പ്രസംഗിച്ചിട്ടില്ലേ? ആ വോട്ട് കൂടി വാങ്ങിയല്ലേ നിങ്ങളുടെ പിണറായി വിജയൻ ആ തവണ നിയമസഭയിലെത്തുന്നത്? ഇനി ചിത്രങ്ങളുടെ രാഷ്ട്രീയ സന്ദർഭമാണ്. അടിയന്തരാവസ്ഥക്കെതിരെ അന്ന് CPM-ഉം RSS-ഉം മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിയും സംഘടനാ കോൺഗ്രസും കോൺഗ്രസ് ഫോർ ഡെമോക്രസിയും സോഷ്യലിസ്റ്റുകളും എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് അല്ലാത്ത എല്ലാവരും ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നു. അന്ന് ജനതാ പാർട്ടി എന്നൊരു പാർട്ടി ഉണ്ടായി, 4 പാർട്ടികൾ ചേർന്ന്. ആ പാർട്ടി കേരളത്തിലെ ഇടതുമുന്നണി സംവിധാനത്തിൽ സഹകരിച്ചു മത്സരിച്ചിരുന്നു. അതൊരു സവിശേഷമായ ചരിത്ര സന്ദർഭമാണ്. അല്ലെന്നേ, ആ സവിശേഷമായ സന്ദർഭത്തിന് ശേഷമുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി ഏതെങ്കിലും ഒരു ബുക്ക് ആരാച്ഛാദനത്തിൻ്റെയോ പ്രസിദ്ധീകരണത്തിൻ്റെയോ ഭാഗമായി നിന്ന ചിത്രമാണെങ്കിൽ PP മുകുന്ദന് പുഷ്പാർച്ചന നടത്തുന്ന പിണറായി വിജയൻ്റെ പടം ഞാൻ അയച്ചു തരാം. RSS നേതാവ് ദത്താത്രേയ ഹോസ്പിറ്റലെ ആരാ? അരുൺകുമാറെ, ആരാ അഭിലാഷേ? ഈ രാജ്യത്തിൻ്റെ ഭരണഘടന ഉണ്ടല്ലോ, അത് മാറ്റി അവിടെ മനുസ്മൃത വെക്കണമെന്ന് ഈ രാജ്യത്ത് പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞ 2025-ൽ ആ ദത്താത്രേയ ഹോസ്പിറ്റൽ ഇത് പറഞ്ഞ് 1 മാസം കഴിയുമ്പോൾ, അതായത് RSSൻ്റെ വൈസ് ക്യാപ്റ്റനാണ് ഹൊസബുള്ളെ. ആ ഹൊസബുള്ളയെ കാണാൻ വേണ്ടി സ്വന്തം പോലീസിലെ വൈസ് ക്യാപ്റ്റൻ അജിത് കുമാറിനെ പറഞ്ഞു വിട്ട എന്തിനാണ്? അതിൻ്റെ ഉത്തരം പറയണ്ടേ? ആ അജിത് കുമാർ ഹൊസബുള്ള മീറ്റിങ്ങിന് ശേഷം എങ്ങനെയാണ് തൃശ്ശൂരിൽ BJPക്ക് ആദ്യമായി ഒരു MP ഉണ്ടാവുന്നത്? അതിനുശേഷം എങ്ങനെയാണ് അയ്യന്തോളിലും മറ്റും BJP നടത്തി വന്നിരുന്ന സമരം പിൻവലിക്കപ്പെട്ടത്? അതിനുശേഷം എങ്ങനെയാണ് EDയും കേന്ദ്ര ഏജൻസികളും ഇവിടെ നിന്ന് പെട്ടെന്ന് അംബ്രാക്ക ഉംബ്ര എന്ന് പറഞ്ഞതുപോലെ അപ്രത്യക്ഷരായി പോയത്? ആയതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ എത്തിയ പല അന്വേഷണങ്ങളും സഡൻ ബ്രേക്ക് ഇട്ട പോലെ നിന്നുപോയത്? ഇതിൻ്റെയൊക്കെ ഉത്തരം പറയണ്ടേ? അതെന്താ, കേരളത്തിലെ ജനങ്ങളെല്ലാം പൊട്ടന്മാരാണ്, നിങ്ങളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ അത് അപ്പാടി അങ്ങ് വിഴുങ്ങും എന്നാണ് വിശ്വസിക്കുന്നത്? ഇനി അടിയന്തരാവസ്ഥയുടെ കാലമായിക്കോട്ടെ, ഏത് കാലമായിക്കോട്ടെ, RSS അജിത് കുമാറുമായി കൂടിക്കാഴ്ച നടത്തിയത് തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ്, ഇങ്ങനെ 100,000 കാര്യങ്ങൾ. അപ്പോൾ ഒറ്റ കാര്യമല്ല, ഇതൊരു സീരീസ് ഓഫ് ഇവന്റ്സ് ആണ്, ചെയിൻ ഓഫ് ഇവന്റ്സ് ആണെന്നുള്ളതാണ് കോൺഗ്രസിന്റെ വാദം. എന്തായാലും ഇത്തരത്തിലുള്ള വാദങ്ങൾ ഇവർ എടുക്കണം. അപ്പം നമ്മളൊന്നും ഈ ചർച്ചയിലൊന്നും ഇടപെടാൻ പോലും ആഗ്രഹിക്കുന്നില്ല, കാരണം ജനങ്ങൾ ഇത് കേൾക്കണമല്ലോ. തൃശ്ശൂര് തെരഞ്ഞെടുപ്പിന്റെ വിജയം എങ്ങനെയാ സുരേഷ് ഗോപി MP ആയ? 86,600 വോട്ടാണ് കോൺഗ്രസിന് കുറഞ്ഞത്. 18 മണ്ഡലങ്ങളിലും നിങ്ങൾ വിജയിച്ച് കേരളത്തിൽ 20-ൽ 18-ലും ചരിത്ര വിജയം നേടുമ്പോഴാണ് തൃശ്ശൂർ മണ്ഡലത്തിൽ 86,600 വോട്ട് കുറഞ്ഞത്. ഞങ്ങൾ 18 മണ്ഡലങ്ങളിൽ തോക്കുമ്പോഴും ഞങ്ങൾക്ക് തൃശ്ശൂർ 16,500 വോട്ട് വർദ്ധിച്ചു. നിങ്ങളൊരു അന്വേഷണ കമ്മീഷനെ വച്ചിരുന്നല്ലോ. കെ മുരളീധരൻ പലതവണ മാധ്യമങ്ങളോട് പറഞ്ഞല്ലോ എങ്ങനെയാണ് തോറ്റത്, എങ്ങനെയാണ് കോൺഗ്രസ് വോട്ട് മറച്ചത്, ആരൊക്കെയാണ് അതിന് നേതൃത്വം കൊടുത്തത്. ആ കമ്മീഷന്റെ റിപ്പോർട്ട് DCC ചർച്ച നടത്തിയില്ലേ? കുറെ റിപ്പോർട്ട് മാധ്യമങ്ങൾ വന്നില്ലേ? അതിൽ ഏറ്റവും കുറ്റക്കാരനായ പ്രതാപൻ അടക്കമുള്ളവർ ഇപ്പോഴും സ്ഥാനാർത്ഥിയല്ലേ? അങ്ങനെ തോറ്റത് എങ്ങനെയെന്ന് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയതല്ലേ? നിങ്ങളുടെ 86,500 വോട്ട് കുറയുമ്പോൾ BJP 70,000 വോട്ടിന് ജയിച്ചു എന്ന് പറഞ്ഞാൽ ആർക്കാണ് വോട്ട് മറച്ചത്? പകൽ പോലെ വ്യക്തമല്ലേ? അതുകൊണ്ട് ഇത്തരം വാദങ്ങളൊക്കെ നിങ്ങൾ എടുക്കണം. 2, നിയമമടക്കം നമ്മുടെ മുന്നിലില്ലേ?
62,000 വോട്ടുണ്ടായിരുന്നല്ലേ കോൺഗ്രസിന്? കെ കരുണാകരൻ തന്നെ ഒറ്റയ്ക്ക് മത്സരിച്ച മണ്ഡലമല്ലേ 82-ല് നിയമം ജയിച്ച മണ്ഡലമല്ലേ? മാളയിലും രണ്ടിടത്തും ഒരുമിച്ച് മത്സരിച്ചില്ലേ? അത് 13,860 വോട്ടായിട്ട് നിങ്ങളുടെ കുറഞ്ഞില്ലേ? എങ്ങനെയാ കഴിഞ്ഞ തവണ അത് വീണ്ടും 30,000 ഉയർന്നേ? നിങ്ങളുടെ ഘടകകക്ഷികൾക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ വോട്ട് മറിച്ച് BJPക്ക് കൊടുത്തു. അങ്ങനെ രാജഗോപാൽ ജയിച്ചു. അതുപോലെ തന്നെ KG മാരാരുടെ പുസ്തകം ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ ആ കോൺഗ്രസ് BJP ഡീല്, കോലീബി ഡീലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായിട്ട് എഴുതിയിട്ടില്ലേ? ആരാണ് നേതൃത്വം കൊടുത്തത്, ആരാണ് അതിന്റെ ചർച്ചകൾ നടത്തിയത്, എന്നിട്ട് ജനം അതിനെ തിരസ്കരിച്ചു എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ പറയുമ്പോൾ അടിയന്തരാവസ്ഥയുടെ പ്രത്യേക സാഹചര്യത്തിൽ രാജ്യത്താകമാനമുണ്ടായ വലിയ ഐക്യനിരയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ എടുത്തു പറയുക. ഇതൊക്കെ നിങ്ങൾ ചർച്ച നടത്തിയാൽ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളും ജനാധിപത്യത്തെ ഇഷ്ടപ്പെടുന്നവരും രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കുമെല്ലാം ഇതൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ഈ കുറച്ച് 3-4 ദിവസമായല്ലോ ബിരിയാണി കച്ചവടക്കാരൻ, ബിരിയാണി മർച്ചന്റ് എന്നൊക്കെ പറഞ്ഞ ഒരു സ്ഥാനാർത്ഥിയെ അങ്ങ് പറയുക, അദ്ദേഹത്തിന്റെ തൊഴിൽ പറഞ്ഞ് പറയാം, കൃത്യമായി പറയാം. ലാസ്റ്റ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും LDFും തമ്മിലുള്ള വോട്ട് വ്യത്യാസം വെറും 5,000 വോട്ട്, 5,000 ശിഷ്ടം വോട്ടേ ഉള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാലക്കാടും ജയിച്ച് മുന്നേറാൻ കഴിയും എന്നതുകൊണ്ട് കിട്ടാവുന്നതിൽ ഏറ്റവും മികച്ച ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ ഞങ്ങൾ അണിനിരത്തിയിരിക്കുന്നു. BJP അവിടെ പിന്നിലാണ് ലാസ്റ്റ് തെരഞ്ഞെടുപ്പിൽ. രാഷ്ട്രീയപരമായിട്ട് അവിടെ വരുന്ന മാറ്റത്തെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് ഹോട്ടൽ റെസ്റ്റോറന്റ് അസോസിയേഷൻ കേരള അതിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് ഞങ്ങൾ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. നിങ്ങൾ അങ്ങ് അദ്ദേഹത്തിന്റെ തൊഴിൽ പറഞ്ഞ് കളിയാക്കുന്ന രീതിയൊക്കെ തുടങ്ങിയിട്ട് ഒരാഴ്ചയിലധികമായി. ഒരു സ്ഥാനാർത്ഥിയെയും അങ്ങനെ വില കുറച്ച് കാണേണ്ടതില്ല. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് പവർ, അവരാണ് തീരുമാനിക്കുന്നത് ആര് വേണം ഞങ്ങളുടെ ജനപ്രതിനിധി. അതുകൊണ്ട് എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തുവിട്. ആ 90 ഡിഗ്രി വളവിൽ ഗോൾവർക്കറുടെ ഫോട്ടോയിൽ നിന്ന് പോയി കുനിഞ്ഞു നിന്നിട്ട് അങ്ങനെ ഞാൻ പോയിട്ടേ ഇല്ല എന്ന് പറഞ്ഞില്ലേ, ഞാൻ അങ്ങനെ ആ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല എന്ന് പറഞ്ഞില്ലേ, അതിനുശേഷം പറഞ്ഞു പുസ്തക പ്രകാശനത്തിനാണ് പോയതെന്ന് പറഞ്ഞില്ലേ, 8 വർഷങ്ങൾക്ക് ശേഷം പുസ്തക പ്രകാശനത്തിന് പോയപ്പോൾ അതാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയില്ലേ. എല്ലായിടത്തും നുണ പറയുന്നത് കോൺഗ്രസ് തന്നെയാണ്. RV ബാബു ഇത്രയും വലിയ പ്രസ്താവന നടത്തിയിട്ട് ഒരു മറുപടി നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റാത്ത എന്തുകൊണ്ട്? ഒരു മറുപടി നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി കാണുമ്പോഴും മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കാണുമ്പോഴും ഷെയ്ക്ക് ഹാൻഡ് കൊടുത്താൽ അത് വലിയ കുറ്റമായി മാറി. ഏതെങ്കിലും തരത്തിൽ കേരളത്തിന്റെ അവകാശ പോരാട്ടത്തിനും ഇവിടെ നീതി കിട്ടാനും അതോടൊപ്പം തന്നെ വിഭവങ്ങൾ കിട്ടാനും ഒരു ചർച്ച നടത്തിയാൽ സറണ്ടർ ചെയ്തു. ഇതല്ലാതെ നിങ്ങൾക്ക് എന്ത് ആരോപണമാണ് ഉന്നയിക്കാനുള്ളത്? പ്രധാനമന്ത്രി കേരളത്തിൽ വന്നാൽ വിമാനത്താവളത്തിൽ വെച്ച് സ്വീകരിക്കുക, അതൊരു മര്യാദയുടെ ഭാഗമായിട്ടാണ്. അങ്ങനെ വന്നാൽ ഫോട്ടോ വെച്ചിട്ട് പറയും ഇവിടെ വലിയ ഡീലാണ്. നിങ്ങൾ ഇങ്ങനെ നുണ പറഞ്ഞ് പോകുന്നത് കൊണ്ട് തന്നെയാണ് ആജീവനാന്ത പ്രതിപക്ഷമായിട്ട് നിങ്ങൾ കേരളത്തിൽ മാറുന്നത്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ വിഷയം, ധാരാളം വിഷയങ്ങൾ ഉണ്ടാവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ. പക്ഷേ എനിക്കിപ്പോ ഒരു ഇടവേള വേണം. ശ്രീ S. നന്ദു, BJPക്ക് കേരളത്തിൽ അധികാരത്തിൽ വരണമെന്നാണ് താല്പര്യം? BJPക്ക് സ്വമേധയാ അധികാരത്തിൽ വരാനുള്ള രാഷ്ട്രീയ അന്തരീക്ഷം കേരളത്തിലില്ല. കേരളത്തിൽ LDF UDF 2 മുന്നണികളാണ് ഉള്ളത്. അപ്പോൾ എന്താണ് നിങ്ങളുടെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള പൊസിഷൻ എന്നുള്ളത് കൗതുകകരമാണ്. ചില മണ്ഡലങ്ങളിൽ ദുർബലമായ സ്ഥാനാർത്ഥികൾ എന്ന വിമർശനം ഇവിടെ ഉയർന്നു കഴിഞ്ഞു. നോക്കൂ, സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ പരമാവധി വോട്ടുകൾ സമാഹരിച്ച് ജയിക്കുക, സാധ്യതയില്ലാത്ത മണ്ഡലങ്ങളിൽ ഒരു തന്ത്രപരമായ സമീപനം സ്വീകരിക്കുക. ഇത് രാഷ്ട്രീയ അന്തർനാടകങ്ങളുടെ ഭാഗമായി പലയിടങ്ങളിൽ നിന്ന് കേൾക്കുന്ന ഒരു വാദമാണ്. നിങ്ങൾ കേരളത്തിൽ ആര് ഭരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം എന്താണ്? കേരളത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് NDAയുടെ മുന്നണിയുടെ മുഖ്യമന്ത്രി ഉണ്ടാവണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്, അതിനു വേണ്ടിയിട്ടാണ് സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത്, അതിനു വേണ്ടിയിട്ടാണ് പ്രചരണം നയിക്കുന്നത്. ചേട്ടാ, ഇതേപോലെയാണ് ത്രിപുര ഇലക്ഷൻ നടക്കുമ്പോഴും ഇതേ ആക്ഷേപ രീതിയിലുള്ള പല കോണുകളിൽ നിന്നുള്ള ആക്ഷേപം ഞങ്ങൾ കേട്ടതാണ്. നിങ്ങൾ ഭരണത്തിലേക്ക് എത്താൻ പോകുന്നുണ്ടോ? നിങ്ങൾ എങ്ങനെ ഭരണത്തിൽ വരും? നരേന്ദ്രമോദി എല്ലാ ദിവസവും വന്നെന്ന് പറഞ്ഞ് ഇവിടെ നിങ്ങൾ ജയിക്കുമോ എന്ന് ചോദിച്ചു. 1%-1.5% വോട്ടുണ്ടായിരുന്ന ത്രിപുരയിൽ അത് പോസിബിൾ ആണ് എങ്കിൽ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തും അത് പോസിബിൾ ആണ്. ഞങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയി പറയുന്നു, കേരളത്തിൻ്റെ ഗതി മാറ്റുന്ന, കേരളത്തിൻ്റെ രാഷ്ട്രീയ ചക്രത്തെ കൃത്യമായി ഒരു അടയാളപ്പെടുത്തലുകളിൽ കൊണ്ടുവരാൻ പോകുന്ന ഒരു ഇലക്ഷൻ ആയിരിക്കും 2026 നടക്കാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയവുമില്ല. പിന്നെ ഞങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ മെറിറ്റ് എന്ത്, ഡീമെറിറ്റ് എന്ത് എന്നുള്ളത് ഞങ്ങളാണ് തീരുമാനിക്കുന്നത്. അത് ഞങ്ങളുടെ മുന്നണിക്ക് അതിന് കൃത്യമായിട്ടുള്ള ഒരു ഫങ്ഷനിങ് ഉണ്ട്. അതിന് കൃത്യമായി ആ ധാരണകൾ ഞങ്ങൾക്കുണ്ട്. പിന്നെ വസന്തം തെങ്ങും വെള്ളിയും അതുപോലെ അല്ലെങ്കിൽ CPM-ഉം കോൺഗ്രസും, ഞാൻ വ്യക്തിപരമായി പോകുന്നില്ല, CPM-ഉം കോൺഗ്രസും ആഗ്രഹിക്കുന്ന നിലയിൽ ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കണമെന്ന് അവർക്ക് തമ്മിൽ ആലോചിക്കാം. കാരണം അവർ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുള്ളത് കൊണ്ട് അവർക്ക് പരസ്പരം ആലോചിച്ച്, ഇപ്പോൾ മരുമകൻ്റെ സീറ്റിൽ നിങ്ങൾ നിൽക്കണ്ട, കൈപ്പത്തി മാറ്റി കൊടുത്തിട്ട് ഗ്യാസ് ചിഹ്നത്തിൽ അൻവറിനെ നിർത്തും. അൻവർ ആരാ? ഒരു കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പിതൃതുല്യനാണെന്ന് പറഞ്ഞിരുന്ന ആളാണ്
ആ അൻവറിനെ കൊണ്ടുവന്ന് മരുമകന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് നടത്താൻ പറ്റുന്ന ബേപ്പൂർ പോലൊരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ എന്തുകൊണ്ട് കൈപ്പത്തി ചിഹ്നത്തെ മാറ്റിയിട്ട് ഇദ്ദേഹത്തെ വച്ചു കൊടുത്തു എന്ന് ചോദിച്ചാൽ വസന്ത തെങ്ങുംപള്ളിയൊക്കെ പറയണം അവിടെ കൈപ്പത്തി മാറ്റിയിട്ട് വെച്ചത് ഗ്യാസ് കുറ്റിയാണ്. അപ്പോൾ ഗ്യാസ് കുറ്റിയെ പോലെ തുറന്നു വിടുമ്പോൾ അങ്ങ് പറന്നു പോകുന്ന നിലയിലേക്ക് കോൺഗ്രസ് മാറിയോ എന്നൊക്കെ പറയേണ്ടത് വസന്ത തെങ്ങുംപള്ളിയാണ്. ഞാൻ ആ കാര്യത്തിലേക്കൊന്നും പോകുന്നില്ല. ഇവിടെ കൃത്യമായിട്ടുള്ള നിങ്ങൾ നോക്കൂ, സ്വർണ്ണക്കൊള്ള, ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് ഈ ഇലക്ഷൻ കാലഘട്ടത്തിൽ, കഴിഞ്ഞ കാലഘട്ടത്തിൽ സ്വർണം കെട്ടതാരപ്പ സഖാക്കളാണ് അയ്യപ്പ എന്ന് പാട്ടിറക്കിയ കോൺഗ്രസ്സുകാർ എന്തുകൊണ്ടാണ് ഇപ്പോൾ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് മിണ്ടാത്തത്? അപ്പോൾ സഖാക്കളാണ് അയ്യപ്പ എന്ന് ആ പാട്ടിറക്കുമ്പോൾ സ്വർണം കെട്ടതാരപ്പ സഖാക്കളാണ് അയ്യപ്പ എന്ന് പറയുമ്പോൾ കൂട്ടുനിന്നതാരപ്പ UDF ആണ് അയ്യപ്പ എന്ന് പാടേണ്ടി വരും. ഒരു പാട്ടിറക്കിയാൽ എന്താ? ബിജെപി വിഷയമായി അല്ല, ഞാൻ പറഞ്ഞത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവർ ഇറക്കിയ പാട്ടെന്താ? ആ തെരഞ്ഞെടുപ്പിൽ ആ പാട്ടിറങ്ങുമ്പോൾ കേസെടുത്തതിന്റെ പേരിൽ ഇവർ പറഞ്ഞതെന്താ? എല്ലാ തെരഞ്ഞെടുപ്പിലും ഇനി ആ പാട്ട് വരും എന്ന് പറഞ്ഞു. അന്ന് ഇവർ ഇറക്കിയ പാട്ട് ഇങ്ങനെയാണ്, സ്വർണം കെട്ടതാരപ്പ സഖാക്കളാണേ അയ്യപ്പ എന്ന് പറഞ്ഞ് ഇവർ നേട്ടമുണ്ടാക്കിയവർക്ക് ഇന്ന് സ്വർണം കെട്ടതാരപ്പ സഖാക്കളാണേ അയ്യപ്പ എന്ന് പറയുമ്പോൾ അതിന്റെ അടുത്ത വരിയായി കൂട്ടുനിന്നതാരപ്പ സോണിയാഗാന്ധിയാണേ അയ്യപ്പ എന്ന് പാടേണ്ടി വരും എന്നുള്ളത് കൊണ്ട് അവരത് പിന്നിലേക്ക് വലിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് ഞങ്ങൾ ആദ്യമേ തന്നെ പറഞ്ഞതാണ്. സ്വർണ്ണക്കൊള്ളയും ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങളും ഞങ്ങളെ സംബന്ധിച്ച് കേവലമായ ഇലക്ഷൻ വിഷയം മാത്രമല്ല, ഞങ്ങളത് എല്ലായ്പ്പോഴും പറയും. ഞങ്ങൾ ഇന്നും പറയുന്നുണ്ട്, നാളുകളിലും പറയും. അതിന് നേരുണ്ടായിട്ടുള്ള ഏത് തരത്തിലുള്ള കടന്നുകയറ്റത്തെയും തടുക്കുന്നതിന് വേണ്ടി BJPയുടെ ഓരോ പ്രവർത്തകനും അത് ഏതറ്റം വരെ പോകേണ്ടി വരുന്നോ ആ അറ്റം വരെ. ഒരു ഘട്ടത്തിൽ ഇവിടെ യുവതീ പ്രവേശനം നടന്നപ്പോൾ എല്ലാം ചെയ്ത് ഞങ്ങളാണെന്ന് പറഞ്ഞ VD സതീശനും ഈ പറയുന്ന രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ പത്തനംതിട്ട ബസ് സ്റ്റാൻഡിന് മുന്നിൽ ഷെഡ് കെട്ടിയിരുന്ന സമയത്ത് ആ ശബരിമലയുടെ ആ മലകളിൽ ചെന്ന് ആ റോഡിൽ കിടന്ന് ഉറങ്ങി അവിടെ പോലീസിന്റെ ബൂട്ടിലെ ചവിട്ട് വാങ്ങിയത് BJPയുടെയും സംഘപ്രസ്ഥാനങ്ങളുടെ ആളുകളാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ മറന്നിട്ടില്ല. അപ്പൊ കേരളത്തിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് വരാതിരിക്കാനുള്ള കേവലമായ എന്നുള്ളതാണ് ഞങ്ങളുടെ സ്റ്റാൻഡ്. ഇതൊക്കെ എപ്പോഴോ കഴിഞ്ഞു പോയ വിഷയമാണ്. ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള വിഷയങ്ങളെ യഥാർത്ഥ വിഷയങ്ങൾ മറയ്ക്കാനുള്ള പുകമറ എന്നുള്ളതാണല്ലോ BJPയുടെ പോയിന്റ്. ശരി, ഓക്കെ, ഇത്തരം വിഷയങ്ങളെ തമസ്കരിക്കാനുള്ള സമീപനം എന്ന് നിങ്ങൾ ആക്ഷേപിക്കുമ്പോൾ വസന്ത തെങ്ങുംപള്ളി UDFനെ സംബന്ധിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ചും ഒരു പോസിറ്റീവ് പൊളിറ്റിക്സ് കൂടി മുന്നോട്ട് വയ്ക്കണമല്ലോ. 10 കൊല്ലത്തെ ഭരണം, ആ ഭരണം ഞങ്ങൾ മാറ്റിയാൽ, നിങ്ങൾ മാറ്റത്തിന് വേണ്ടി വോട്ട് ചെയ്താൽ, ചേഞ്ച് എന്ന പോസിറ്റിവിറ്റിക്ക് വേണ്ടി വോട്ട് ചെയ്താൽ ഞങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നു എന്നൊരു സംഗതിയുണ്ട്. 5 ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചു രാഹുൽ ഗാന്ധി എന്നതിനപ്പുറത്ത് സമഗ്രമായി ഞങ്ങൾ എന്താണ് കേരളത്തെ വിഭാവനം ചെയ്യുന്നത്, എങ്ങനെയാണ് 10 കൊല്ലത്തെ ഭരണത്തിന് ശേഷം കേരളം പുനഃസംഘടിപ്പിക്കുന്നത് എന്നൊരു അജണ്ട വെച്ച് ആ ഒരു പൊളിറ്റിക്കൽ നറേറ്റീവ് ഉണ്ടാക്കി അത് മാധ്യമങ്ങളിലും പൊതുസമൂഹത്തിലൊക്കെ ചർച്ചയാക്കി നടത്താവുന്ന ഒരു തെരഞ്ഞെടുപ്പിനെ ഒരൊറ്റ ആലയിൽ കൊണ്ടുപോയി കെട്ടിയിരിക്കുകയാണ്. ഒരിക്കലുമില്ല ശ്രീ അഭിലാഷ്. അങ്ങ് മാറ്റം എന്ന് വാക്ക് പറഞ്ഞുകൊണ്ടൊരു കാര്യം പറയാം. ഈ മാറ്റം എന്ന് പറയുന്നത് വലിയ ഫ്ലെക്സ് ബോർഡിൽ അടിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ക്യാപ്ഷൻ ടാഗ് ലൈനാക്കി മാറ്റി തെരഞ്ഞെടുപ്പിൽ BJP ആണ്. അപ്പം നാട്ടികയിൽ BJP ഒരു ഫ്ലെക്സ് ബോർഡ് വെച്ചു, മാറ്റം വരണം, മാറണം ഈ MLA. ഫ്ലെക്സ് ബോർഡ് വെച്ചവൻ ഫ്ലെക്സ് ബോർഡിൻ്റെ ഈ മറ്റേ വലിയ ഹോർഡിംഗ് ആയിരുന്നു. അപ്പോൾ ഈ ഏണി കയറിയാണ് മുകളിൽ ഇത് കെട്ടുന്നത്. ഏണി ഇറങ്ങുന്നതിന് മുമ്പ് അവിടുത്തെ MLA മാറി തെരഞ്ഞെടുപ്പിലൂടെ അല്ല എന്ന് മാത്രമേ ഉള്ളൂ, അത് അയാൾ BJPയിലേക്ക് പോയി. നിലവിൽ ടെക്നിക്കലി BJPക്ക് സംസ്ഥാന നിയമസഭയിൽ ഒരു MLA ഉണ്ട്. അത് നാട്ടികയിൽ നിന്നുള്ള പഴയ CPI MLA ആണ്, LDF MLA ആണ്. അപ്പോൾ കൂടുതൽ വർത്തമാനം അതുമായി ബന്ധപ്പെട്ട് പറയാത്തതാണ് നല്ലത്. ഇനി അങ്ങ് BJP പ്രതിനിധിയോട് ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ പറയാം. അങ്ങ് ചോദിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ ആര് അധികാരത്തിൽ വരണമെന്ന് എന്നാണ് BJP ആഗ്രഹിക്കുന്നത്. നമുക്കൊരു പൊളിറ്റിക്കൽ റീഡിംഗ് നടത്താം. BJPക്ക് ഏതായാലും BJP അധികാരത്തിൽ വരത്തില്ല. അദ്ദേഹം സ്വപ്നം കാണുന്നതിന് നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. അദ്ദേഹം ത്രിപുരയിലെ MLA-മാരുടെ കാര്യമൊക്കെയാണ് പറഞ്ഞത്. ത്രിപുരയിൽ ഇവർ ഈ 1.5% നിന്ന് അധികാരത്തിൽ വരുമ്പോൾ ഏതാണ്ട് 80% CPM MLA-മാരെയും ആ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് റാഞ്ചാൻ BJPക്ക് പറ്റിയിരുന്നു. BJP സ്ഥാനാർത്ഥികളായി അതിനു മുമ്പ് സിറ്റിംഗ് MLA-മാർ, CPM-ന്റെ സിറ്റിംഗ് MLA-മാർ ആ തെരഞ്ഞെടുപ്പിൽ 80% BJPയിൽ ചേർന്നത് കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് തോറ്റതെന്നൊക്കെ ഉള്ളത് വലിയ അബദ്ധമാണ്. അങ്ങനെയല്ല സംഭവിച്ചത്. തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് അതുവരെ മുഖ്യ പ്രതിപക്ഷമായിരുന്ന കോൺഗ്രസിന് ശേഷം ഇല്ലാതാവുകയും BJP എമർജ് ചെയ്യുകയും അങ്ങനെ BJP മുഖ്യ ഭരണകക്ഷിയാവുകയും ചെയ്യുകയാണ്. ത്രിപുരയിൽ 2018 തെരഞ്ഞെടുപ്പിന് മുമ്പ് 80% CPM MLA-മാർ BJPയിൽ ചേർന്നു എന്ന് പറയുന്നത് ശുദ്ധമായ അബദ്ധമാണ് വസന്ത. അങ്ങനെ ഒരു ചരിത്ര സംഭവം ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല.
ആ പാർട്ടി ആകെ BJP ആലയത്തിൽ പോയി കിട്ടപ്പെട്ടു എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി ആര് അധികാരത്തിൽ വന്നാണ് BJPക്ക് ലാഭം? നിലവിലെ അവസ്ഥയിൽ ഏതായാലും അവർ അധികാരത്തിൽ വരില്ല. അങ്ങേക്ക് സംശയമില്ല, എനിക്ക് സംശയമില്ല, രാജീവ് ചന്ദ്രശേഖരന് പോലും അതിൽ സംശയമില്ല. അല്ലായിരുന്നെങ്കിൽ ഏറ്റവും കുറഞ്ഞത് സുരേന്ദ്രനെ പോലെ 35 സീറ്റ് എന്നെങ്കിലും പറയേണ്ടതാണ്. BJPയെ സംബന്ധിച്ച് CPM അധികാരത്തിൽ വരിക എന്നുള്ളതാണ് അവരുടെ ഐഡിയോളജിക്കൽ ലാഭം, പ്രോഫിറ്റ്. എന്തുകൊണ്ടാണ്? CPM മൂന്നാമത് അധികാരത്തിൽ വന്ന ഒരിടത്തും CPM പിന്നീട് നിലനിന്നിട്ടില്ല. ബംഗാൾ, ത്രിപുര അങ്ങനെ എടുത്തു നോക്കിയാൽ ഒരു സംസ്ഥാനത്തും 3 ടേം അടുപ്പിച്ച് ഭരിച്ച ഒരിടത്തും CPM അധികാരത്തിൽ വന്നിട്ടില്ല. അത് വളരെ കൃത്യമാണ്. അതുപോലെ തന്നെ ഞാൻ അഡ്മിറ്റ് ചെയ്യാണ്, 3 തവണ പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുന്നിടത്ത് കോൺഗ്രസിന് ക്ഷയമുണ്ടാവുന്നതും നമ്മൾ കാണുന്നുണ്ട്. അത് പല സംസ്ഥാനങ്ങളിലും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ CPMനെ സംബന്ധിച്ച് അവരെല്ലാ കാലത്തും പറഞ്ഞു പഠിപ്പിച്ചത് കോൺഗ്രസ് മുക്ത ഭാരത് എന്നാണ്. അത് കേരളത്തിലും അങ്ങനെയാണ്. CPM മുക്ത ഭാരത് എന്ന് എവിടെയെങ്കിലും ഇവർ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. CPMനെ മാറ്റണം എന്ന് ഇവർ എവിടെയെങ്കിലും പൊളിറ്റിക്കൽ ക്യാമ്പയിൻ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷേ അവരെല്ലായിടത്തും കോൺഗ്രസിനെ മുക്തമാക്കണം ഭാരതത്തിൽ നിന്നും, ഇന്ത്യയിൽ നിന്നും, എന്നാലാണ് അവർക്ക് സ്പേസ് ഉണ്ടാവുന്നത് എന്ന് ചിന്തിക്കുന്നവരാണ്, ഐഡിയോളജിക്കലി അത് പഠിപ്പിക്കുന്നവരാണ്. അങ്ങനെ നോക്കുമ്പോൾ മൂന്നാമതും CPM അധികാരത്തിൽ വന്ന ആളാണ്. ആ സ്പേസ് ഉപയോഗിക്കാൻ, CPM ജീർണിക്കുന്ന സ്പേസ് ഉപയോഗിക്കാൻ BJPക്ക് സാധിക്കുക. ആ ഗ്യാപ്പ് ഉപയോഗിക്കാനുള്ള ശ്രമമാണ് BJP ഇപ്പോൾ നടത്തുന്നത്. CPMന് വോട്ട് ചെയ്യും. ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ BJP പ്രവർത്തകരെല്ലാം ആകമാനം പോയി CPMന് വോട്ട് ചെയ്യുന്നു, ബൂത്ത് അടക്കം പോകുന്നു എന്നുള്ളത് അല്ല ഇതിന്റെ ട്രെൻഡ് എന്താ? ദുർബലരായ സ്ഥാനാർത്ഥികളെ നിർത്തുന്നു. ദുർബലരായ സ്ഥാനാർത്ഥികൾ നിൽക്കുമ്പോൾ അവർക്ക് താമര ചിഹ്നം അവിടെ ഇല്ല. പകരം ചക്കയോ മാങ്ങയോ, ഞാൻ നേരത്തെ ഒരു പാർട്ടിയെ വില കുറച്ച് കാണിച്ചല്ല, ചക്കയോ മാങ്ങയോ തേങ്ങയോ ഒക്കെ ആകുമ്പോൾ ആ BJP പ്രവർത്തകർക്ക് പിന്നീടുള്ള ഓപ്ഷൻ എന്താ? പിന്നീടുള്ള ഓപ്ഷൻ കോൺഗ്രസിന് ഒരു കാലത്ത് വോട്ട് ചെയ്യാൻ പറ്റില്ല. അവരുടെ ആത്യന്തികമായ ബദ്ധശത്രുക്കളാണ് കോൺഗ്രസ്. ഐഡിയോളജിക്കൽ ഡിഫറൻസ് കോൺഗ്രസുമായി അവർക്ക് എല്ലാ കാലത്തുമുണ്ട്. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് മുക്ത ഭാരത് എന്ന് പറഞ്ഞു പഠിപ്പിച്ചവർ എന്നാൽ CPMന് വോട്ട് ചെയ്തേക്കാം എന്ന ചിന്തയിലേക്ക് പോകും. ഒരു മൈനോറിറ്റി ഷിഫ്റ്റാണ് ഉണ്ടാകുന്നതെങ്കിൽ പോലും 5000 താഴെ വോട്ടുകൾക്ക് തോറ്റ ഒരുപാട് മണ്ഡലങ്ങളുള്ള കേരളത്തിൽ ആ മൈനോറിറ്റി ഷിഫ്റ്റ് വലിയ ചേഞ്ച് ഉണ്ടാക്കും. അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതിലേക്ക് പോകുന്നത് കൊണ്ടാണ് ഞാൻ അഭിലാഷ് നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഞങ്ങൾ എന്താണ് മാറ്റം കൊണ്ടുവരാൻ പോകുന്നത് എന്ന് പറയണം. ഈ സംസ്ഥാന സർക്കാരിനെതിരായ 10 വർഷത്തെ ജനവിരുദ്ധ നയങ്ങൾ പറയണം. പക്ഷെ അതൊക്കെ പറഞ്ഞാൽ പോലും ഇങ്ങനെ ഒരു ഡീൽ ഉണ്ടെങ്കിൽ അത് ബലം കാണില്ല എന്നതുകൊണ്ട് തന്നെ ആ ഡീൽ തുറക്കത്തിലെ പൊളിച്ചാൽ മാത്രമേ ഞങ്ങൾ പിന്നീട് പറയുന്ന ഈ പറയുന്ന വികസന അജണ്ട ഉണ്ടല്ലോ, അല്ലെങ്കിൽ സർക്കാരിന്റെ വികസന വിരുദ്ധ മുഖമുണ്ടല്ലോ, അത് തുറന്നു കാണിച്ചാൽ ബലം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരി, ശ്രീ K. അരുൺകുമാർ, അവിടെ ഈ സാമൂഹ്യ നിരീക്ഷകർ പലരും അല്ലെങ്കിൽ ചിലരെങ്കിലും ചൂണ്ടിക്കാണിക്കുന്ന ഒരു പോയിന്റ്, വീണ്ടും മൂന്നാമതും ഇടതുമുന്നണി അധികാരത്തിൽ വന്നാൽ എന്ത് സംഭവിക്കും? മൂന്നാമതും കോൺഗ്രസിന് അധികാര നഷ്ടം സംഭവിച്ചാൽ എന്ത് സംഭവിക്കും? മൂന്നാമതും അധികാരത്തിലെത്തിയാൽ ജനങ്ങൾ കൂടുതൽ വെറുക്കുന്ന നിലയും ജനങ്ങൾ പാർട്ടിയെ കൈയൊഴിയുന്ന നിലയും ഉണ്ടാകും ഒരു വശത്ത്. മറുവശത്ത് കോൺഗ്രസ് തുടർച്ചയായി 3 ടേം അധികാര നഷ്ടം നേരിട്ടാൽ അവരിൽ നിന്ന് ആളുകൾ BJPയിലേക്ക് പോകാൻ, അല്ലെങ്കിൽ ആ പാർട്ടിക്ക് ഒരു ഡിസിൻറ്റഗ്രേഷൻ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ മൂന്നാം ഭരണം വന്നാൽ കോൺഗ്രസ് വീണ്ടും തോറ്റാൽ BJP കേരളത്തിൽ ഒരു പ്രധാനപ്പെട്ട പ്ലെയർ ആവുമെന്നൊരു നറേറ്റീവ് കുറച്ചു കാലമായി ഇവിടെ ഉണ്ട്. ഒരു പക്ഷേ ആ പശ്ചാത്തലത്തിൽ കൂടിയാകും ഈ ചർച്ച. ഏതായാലും കോൺഗ്രസിന്റെ ബഹുമാനപ്പെട്ട പ്രതിനിധി കുറച്ചെങ്കിലും സത്യം പറയാൻ തയ്യാറായതിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അവസാനം അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിച്ച വാചകം താങ്കൾ കേട്ട് കാണും. ഈ 10 വർഷത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് ആരോപണം ഉന്നയിച്ചാലും അത് ജനങ്ങൾ വിശ്വസിക്കാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് ഏറ്റവും ആദ്യം ഡീലെന്ന് പറഞ്ഞ് തുടങ്ങേണ്ടി വരുന്നു എന്ന് അദ്ദേഹം അഡ്മിറ്റ് ചെയ്യുകയാണ്. ഇത് തന്നെയാണ് 3 ദിവസം മുമ്പ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. UDF വിജയിച്ചില്ലെങ്കിൽ വനവാസത്തിന് പോകുമെന്ന് പറഞ്ഞയാൾ ആ വനവാസത്തിന് പോകുമെന്ന് കൊട്ടിഘോഷിച്ച ആൾ പറയാണ്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ജയിക്കുമെന്നൊക്കെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞൊക്കെ. അപ്പൊ കാര്യങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് UDFന് കൃത്യമായിട്ട് മനസ്സിലായി. എന്നാൽ അഭിലാഷെ, ആധികാരികമായി ഞാൻ പറയുന്നു, ഈ കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ വളരെ ക്ലിയറായി ഒരു മൈനോറിറ്റി ഷിഫ്റ്റ് മാറുന്ന മണ്ഡലങ്ങളുള്ളിടത്ത് ആ ഡീൽ ഉണ്ടായാൽ ആ മൈനോറിറ്റി ഷിഫ്റ്റ് ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അല്ല, ഞാൻ പറയുന്ന സമയത്ത് പറഞ്ഞോളൂ. ഞാൻ കേട്ടിരുന്നാണല്ലോ. ഒരു മര്യാദ കാണിക്കൂ.
ഇത് സ്ഥിരം താങ്കളുടെ ശൈലിയാണ്. ഇത് താങ്കളുടെ ശൈലിയാണ്. താങ്കളുടെ സമയത്ത് പറഞ്ഞോളൂ. ഞാനത് കേട്ടോണ്ടിരിക്കണോ? അങ്ങയുടെ സ്ഥിരം പരിപാടിയാണ് ഇത്. നുണ അല്ല, താങ്കൾ മുഴുവൻ സമയം പറഞ്ഞാലും ഞാൻ മൗനം പാലിക്കുകയുള്ളൂ. ഞാൻ മൗനം പാലിക്കുകയുള്ളൂ. ശ്രീ വസന്ത്, അത് കഴിഞ്ഞ് താങ്കൾക്ക് പറയാം. നമുക്ക് സമയമുണ്ടല്ലോ, ഇനിയും സമയമുണ്ട്. ഇനിയും 10-15 മിനിറ്റ് ബാക്കിയുണ്ട്. എന്റെ പേര് അരുൺകുമാർ എന്നല്ല, മനസ്സിലായില്ലേ? അല്ല ഞാൻ പറയാത്ത കാര്യം അദ്ദേഹം പറഞ്ഞ ഞാൻ കേട്ടോണ്ടിരിക്കണോ? അതെ, തന്റെ ഞാൻ വളരെ ക്ലിയർ താങ്കളുടെ പേര് അരുൺകുമാറിനല്ലാന്ന് ഇത് കണ്ടിരിക്കുന്ന മുഴുവൻ പ്രേക്ഷകർക്ക് അറിയാം. എന്തുകൊണ്ടാണ് അതുകൊണ്ട് എന്നുള്ളത് എന്താ താങ്കൾ തന്നെ പറഞ്ഞോ, എനിക്ക് ഒരു ഒബ്ജക്ഷനും ഇല്ല. അല്ല, അങ്ങിങ്ങനെ നുണയുടെ ഒരു ഡസൻ പറഞ്ഞുകൊണ്ടിരുന്നത് അത് കേട്ടോണ്ടിരിക്കണോ? എന്നാ താങ്കൾ ഒച്ചപ്പാടുണ്ടാക്കിക്കോ. ഞാൻ വളരെ സൗഹൃദത്തോടെ താങ്കൾ പറയുന്നത് കേൾക്കാനാ വന്നിരിക്കുന്നത്. കാരണം നിങ്ങളാണല്ലോ പ്രതിസന്ധിയിൽ, നിങ്ങൾക്കാണല്ലോ ഈ നുണ പ്രചരിപ്പിക്കേണ്ടത്. തെരഞ്ഞെടുപ്പ് നോമിനേഷൻ കൊടുത്തു, വി.ഡി. സതീശന് കൊടുത്തു. നോമിനേഷൻ കൊടുത്തു. നിങ്ങളുടെ കെ.പി.സി.സിയുടെ പ്രസിഡന്റ് നോമിനേഷൻ കൊടുത്തു. അഭിലാഷ് അദ്ദേഹത്തോട് ഉണ്ടായിരിക്കാൻ പറയും. ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ എപ്പോഴാ പറഞ്ഞത്? അല്ല, അദ്ദേഹം പറഞ്ഞത് തിരുത്തട്ടെ. ഞാൻ പറയാത്തത് പറഞ്ഞ് അദ്ദേഹം തിരുത്തട്ടെ, അപ്പൊ ഞാൻ മിണ്ടായിരിക്കും. പറയൂ, അരുൺകുമാറിന്റെ അവസരം. താങ്കൾ 8:30 വരെ ഒച്ചയെടുത്താലും ഞാൻ മിണ്ടാതിരിക്കും. കാരണം ജനം കേൾക്കുന്നുണ്ടല്ലോ ഈ ചർച്ച. നിങ്ങളുടെ അങ്കലാപ്പ് ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ശ്രീ വി.ഡി. സതീശൻ നോമിനേഷൻ കൊടുത്തു, കെ.പി.സി.സിയുടെ പ്രസിഡന്റ് നോമിനേഷൻ കൊടുത്തു, അതോടൊപ്പം അഫിഡവിറ്റ് കൊടുത്തു. ആ അഫിഡവിറ്റിൽ ചൂരൽമല മുണ്ടക്കൈയിൽ പിരിച്ച കോടിക്കണക്കിന് രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ കിടക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ജനങ്ങളോട് നുണ പറഞ്ഞല്ലോ. അത് നിങ്ങൾ സൂചിപ്പിച്ചോ? ജോയിന്റ് അക്കൗണ്ടിൽ കിടക്കുന്നുണ്ടെങ്കിലും അത് അഫിഡവിറ്റിൽ സൂചിപ്പിക്കണ്ടേ? കെ.പി.സി.സിയുടെ അക്കൗണ്ടിലാണ് കിടക്കുന്നതെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന് അടുത്ത കാലത്ത് കൊടുത്ത കണക്കുകളിൽ ഏതെങ്കിലും അത് ഉൾപ്പെട്ടിട്ടുണ്ടോ? പച്ചയായ നുണ നിങ്ങൾ ജനങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ഇത് കേരളത്തിൽ ചർച്ചയാകരുത്. രണ്ടാമത്തെ കാര്യം, ഒരു കല്ലിട്ടെങ്ക് പോയില്ലോ. എല്ലാവരും ശക്തമായ പ്രതിഷേധം, ആപ്പ് വെച്ച് കോടികൾ പിരിച്ച് മുക്കി നക്കിയപ്പോ ജനങ്ങളുടെ പ്രതിഷേധം വന്നപ്പോൾ ഒരു കല്ലിട്ടു. 2-3 ദിവസമായിട്ട് ആ കല്ല് പോലും കാണാനില്ല. ഒരു കല്ലിന് പുറത്ത് മറ്റൊരു കല്ല് വെക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? ഇല്ലല്ലോ. നിങ്ങളിപ്പോ ആദ്യം കുറച്ച് സ്ഥാനാർത്ഥികളുടെ പേരൊക്കെ പറഞ്ഞല്ലോ. ഈ കേരളത്തിൽ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥികളായിട്ട് വന്ന സ്ഥാനാർത്ഥികളുടെ റിക്രൂട്ട്മെന്റ് ഏജൻസി ആയിട്ട് മാറിയത് കോൺഗ്രസ് അല്ലേ? ഞാൻ പറയാം, അടുത്ത കാലത്ത് പത്മജ വേണുഗോപാൽ, മേജർ രവി, അഖിൽ മാരാർ, നിങ്ങളുടെ വക്താവായിരുന്നില്ല അഖിൽ മാരാർ, ബി ഗോപകുമാർ, പ്രണേഷ് രാജേന്ദ്രൻ, വത്സല പ്രസന്നകുമാർ, പ്രതിപക്ഷ നേതാവിനെതിരെ മത്സരിക്കുന്ന ബി.ജെ.പി സ്ഥാനാർത്ഥി, എൻ.ജെ. ജോബ്, പന്തളം പ്രതാപൻ, ആർ.എസ്. അരുൺരാജ്, സി.ആർ. രഘുനാഥ്, ബി.എസ്. അനൂപ്, ബാബു ദിവാകരൻ, വർഗീസ് ജോർജ്, ആർ. രശ്മി, 14 പേരാണ് അടുത്ത കാലത്ത് നിങ്ങളിൽ നിന്ന് പോയി ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മാറിയിരിക്കുന്നത്. ബി.ജെ.പിയുടെ റിക്രൂട്ട്മെന്റ് ഏജൻസിയായി കേരളത്തിലെ കോൺഗ്രസ് അതമ്പതിച്ചിരിക്കുക. ഞാനിപ്പോ ഇരിക്കുന്നത് കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിലാണ്. ഇവിടെ എൻ.ഡി.എയുടെ സ്ഥാനാർത്ഥി ഉണ്ട്. ആരാന്നറിയോ എൻ.ഡി.എയുടെ സ്ഥാനാർത്ഥി? ബാബു ദിവാകരൻ. ഒരാഴ്ച മുമ്പ് വരെ നിങ്ങളുടെ പത്തനംതിട്ട DCCയുടെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. നേരെ ഇറങ്ങി ഇവിടെ വന്ന് മാലയും മേടിച്ച് ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയായി മാറി. ഞാൻ ആദ്യം ഒരു കാര്യം ചോദിച്ചല്ലോ, ഇവിടെ വടവുകോട് പുത്തൻകുരിശ് പഞ്ചായത്ത് ഭരിക്കുന്നത് ഇപ്പോഴും NDAയും UDFും ചേർന്നുകൊണ്ടാണ്. ഇത്തരത്തിൽ നഗ്നമായിട്ടുള്ള ഇത് ഡീലല്ല, സഖ്യമാണ്, മഹാസഖ്യമാണ് ബി.ജെ.പിയും കോൺഗ്രസും തമ്മിൽ ഈ കേരളത്തിലുള്ളത്. ഇതൊക്കെ ചർച്ചയാകും. അതുകൊണ്ട് എത്ര വികസന വിരോധം പറഞ്ഞാലും 10 വർഷത്തെ ഈ ഗവൺമെന്റിന്റെ ഭരണത്തിനെതിരെ എന്ത് ആരോപണം നിങ്ങൾ ഉന്നയിച്ചാലും അത് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കില്ലെന്ന് ബോധ്യപ്പെട്ടപ്പോ അങ്ങ് ഡീല് വിവാദവുമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുക. ഞാൻ ചോദിക്കട്ടെ, ഒരൊറ്റ രാഷ്ട്രീയ വിഷയം ഉയർത്താൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? കേരളത്തിൽ ധൈര്യമുണ്ടോ നിങ്ങൾക്ക് ഉയർത്താൻ? ഇല്ല, നിങ്ങൾക്ക് ധൈര്യമില്ല. തിരുവനന്തപുരം വരെ ജാഥ നടത്തി 4 കാര്യം പറഞ്ഞല്ലോ നിങ്ങൾ. ജനങ്ങൾ ചോദിച്ചില്ലേ? കർണാടകത്തിലടക്കം സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുത്തിട്ട് എന്തായി? അത് ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോയില്ലേ? നിങ്ങൾ പറഞ്ഞു 3000 രൂപയാക്കും പെൻഷൻ എന്ന്. 18 മാസം കുടിശ്ശിക വരുത്തി പോയവർ, ന്യായ് പദ്ധതി പ്രഖ്യാപിച്ചവർ ഏത് സംസ്ഥാനത്താണ് ഇത് നടപ്പാക്കുന്നത്? അതുകൊണ്ട് ഒരു ബദലുകളും നിങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കാൻ ഇല്ല. അതുകൊണ്ട് നിങ്ങൾ വ്യാജപ്രചരണമായിട്ട് ഇറങ്ങും. ഇതുപോലെ ചർച്ചകൾ തടസ്സപ്പെടുത്തും, യോഗങ്ങൾ തടസ്സപ്പെടുത്തും, അതുപോലെ ഉയർന്നു വരുന്ന വിഷയങ്ങളിൽ നിന്നെല്ലാം ഒളിച്ചോടും. ഇത് നിങ്ങളുടെ ശൈലിയാണ്. അത് നിങ്ങൾ തുടർന്നോളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ലക്ഷ്യത്തോടെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങിയിരിക്കുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ 110 മേലേക്ക് കുതിച്ച് മുന്നേറാൻ പറ്റിയ രാഷ്ട്രീയ സാഹചര്യം ഈ കേരളത്തിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഡീലും നിങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദവും, അതുപോലെ ഇപ്പൊ LDF വീണ്ടും വന്നാൽ അവിടെ തകരും ഇവിടെ തകരും, അത്തരത്തിൽ പറയുന്നവരുടെ എല്ലാം വാചകം കേട്ട് അങ്ങ് ഇറങ്ങി തിരിച്ചോ. നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് 13 ദിവസത്തെ രാഷ്ട്രീയപരമായ പോരാട്ടത്തോടെ 9-ാം തീയതി നമ്മൾ മനസാക്ഷിയുടെ അംഗീകാരം ജനങ്ങൾ രേഖപ്പെടുത്തുന്നതിന് കാത്തിരിക്കാം. ഒരു സംശയം വേണ്ട.
ശരി, എന്തായാലും 9-ാം തീയതി ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ ഉന്നയിക്കപ്പെട്ട കാര്യങ്ങൾ ശ്രീ വസന്ത് ഡയറക്റ്റ് ആയിട്ടുള്ള മറുപടി, അതായത് ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചു, പക്ഷേ അതേക്കുറിച്ചൊരു തുടർ സംവാദം ചർച്ച ഉണ്ടായോ? എങ്ങനെ ഈ ഗ്യാരണ്ടികൾ നടപ്പാക്കും, എന്താണ് അതിൻ്റെ ഒരു ബിസിനസ് മോഡൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കേരളം അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്, താല്പര്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്, നിങ്ങൾക്ക് മുന്നോട്ട് വെക്കാൻ കഴിയുന്ന ദർശനം, കേരളത്തെ മാറ്റാനുള്ള വികസന രേഖ എവിടെ എന്നുള്ളത്. കേവലം ഒരു പൊതുയുഗ യാത്രാ സമാപന വേളയിലുള്ള പ്രസംഗത്തിനപ്പുറം കോൺക്രീറ്റ് ആയിട്ടൊരു പ്ലാൻ വേണ്ടേ? അതുകൂടി ഡിസ്കസ് ചെയ്തിട്ട് വേണ്ടേ ഈ തെരഞ്ഞെടുപ്പ്? അല്ല, ഞങ്ങളെ സംബന്ധിച്ച് ഒരു കാര്യം പറയാം. അതിനു മുമ്പ് അരുൺകുമാർ ഇപ്പോൾ നുണകളുടെ ഒരു ഡസൻ പറഞ്ഞു. ഒന്ന്, ഞാൻ പറഞ്ഞിട്ടില്ലാത്ത കാര്യം പറഞ്ഞു എന്നത് തുടങ്ങി ഏറ്റവും അവസാനം കർണാടകയിലെ കർണാടക ശക്തി സ്കീം എന്നാണ് കർണാടക RTCകളിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ട സ്കീമിൻ്റെ പേര്. അരുൺകുമാർ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അങ്ങ് ഇലക്ഷൻ തിരക്കൊക്കെ കഴിഞ്ഞു മതി, അങ്ങ് എൻ്റെ കൂടെ വരൂ, കർണാടകയിൽ നമുക്ക് ഒരുമിച്ച് പോകാം. ഒരുമിച്ച് പോയി അവിടെ ഇപ്പോഴും ഈ ശക്തി സ്കീം എന്ന് പറയുന്ന പദ്ധതി, അവിടുത്തെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കുന്ന പദ്ധതി ഉണ്ട് എന്ന് നേരിട്ട് അങ്ങേക്ക് ഞാൻ ബോധ്യപ്പെടുത്തി നൽകാം. അത് തുടങ്ങി എത്രയെത്ര നുണകളാണ് ഈ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞു വെച്ചു പോയത്. ഈ ചർച്ചയുടെ രണ്ടാം ഘട്ടത്തിൽ ഞാൻ എന്തുകൊണ്ട് ഇടപെട്ടു എന്ന് ചോദിച്ചാൽ, ഒന്ന്, ഞാൻ പറയാത്ത കാര്യം പറഞ്ഞു. രണ്ട്, VD സതീശൻ മുതൽ ഈ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പറയാത്ത കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞു എന്ന് പറഞ്ഞു. 18 മാസം പെൻഷൻ കുടിശ്ശികയായിരുന്നു എന്ന് ഇദ്ദേഹം പറയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ തന്നെ ധനകാര്യ വകുപ്പിൻ്റെ മന്ത്രിയും കേരളത്തിൻ്റെ നിയമസഭയിൽ കൊടുത്ത M സ്വരാജിന് കൊടുത്ത മറുപടി നമ്മുടെ മുമ്പിലുണ്ട്. എങ്ങനെയാണ് 18 മാസം പെൻഷൻ കുടിശ്ശികയായിരുന്നു അരുൺകുമാറെ? അങ്ങനെയാണെങ്കിൽ നിയമസഭയെ നിങ്ങളുടെ ധനകാര്യ വകുപ്പിന്റെ മന്ത്രി ഡോക്ടർ തോമസ് ഐസക് തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നോ? സ്വരാജിന് മറുപടി കൊടുത്തുകൊണ്ട് ഐസക് സ്വരാജിനെ പറ്റിക്കുകയായിരുന്നോ? ആ തുടങ്ങിയ പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലെ ഈ കാര്യങ്ങളിലെല്ലാം നുണ ഇങ്ങനെ പറഞ്ഞ് അത് പാർട്ടി ക്ലാസ്സുകളിൽ വരുന്നവർ വിശ്വസിക്കും എന്ന് പറഞ്ഞ് പൊതുജനം വിശ്വസിക്കുമെന്ന് അങ്ങ് വിചാരിക്കേണ്ട, അങ്ങയുടെ ലീഡർഷിപ്പും വിചാരിക്കേണ്ട എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി ഞങ്ങളെ സംബന്ധിച്ച് എന്താണ് ഞങ്ങൾ ഭരണത്തിലേക്ക് വരുമ്പോഴുള്ള അവസ്ഥ? 1 ലക്ഷത്തിൽ പരം കോടി രൂപയുടെ പൊതുകടമുണ്ടായിരുന്നിടത്തു നിന്ന് 6.5 ലക്ഷം കോടിയുടെ പൊതുകടത്തിലേക്ക് എത്തിച്ചു. ഏതാണ്ട് 4-4.25 ലക്ഷം കോടി ഈ 10 വർഷം കൊണ്ട് ഈ സർക്കാർ കടമെടുത്തു വെച്ചിരിക്കുകയാണ്. എന്താ അവസ്ഥ? മാവേലി സ്റ്റോറിലോ കെ സ്റ്റോറിലോ പൂച്ചയും ഖജനാവിൽ എലിയും പെറ്റി കിടക്കുകയാണ്. അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അതിന് വിഷണറിയായ ഒരു ലീഡർഷിപ്പ് ഉണ്ടാവണം. ആ ലീഡർഷിപ്പിന് ഖജനാവിലേക്ക് പണം കൊണ്ടുവരാൻ സാധിക്കണം. ഈ ബഡ്ജറ്റിന് വെളിയിലുള്ള പദ്ധതികളിലൂടെ കടന്നു പോകാൻ സാധിക്കണം. അതെല്ലാമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് കൃത്യമായ പ്ലാനുണ്ട്. അത് VD സതീശൻ്റെ പുതിയുഗ യാത്രയിൽ ഞങ്ങൾ വിവിധ മേഖലകളിലുള്ളവരുമായി സംസാരിച്ച്, എക്സ്പേർട്ടുകളുമായി സംസാരിച്ച്, പൊതുജനങ്ങളുമായി സംസാരിച്ച് തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ പുറത്താണ് ഞങ്ങൾ ഈ മിനിമം 5 ഗ്യാരണ്ടി പ്രഖ്യാപിക്കുന്നത്. ഈ 5 ഗ്യാരണ്ടി ഉണ്ടല്ലോ, അത് മിനിമം ഗ്യാരണ്ടിയാണ്. ഈ സർക്കാർ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ കൊടുക്കുമെന്ന് പറയുന്ന ഏറ്റവും അടിസ്ഥാനപരമായ 5 ഗ്യാരണ്ടിയാണ്. അതിനപ്പുറത്തേക്ക് ഈ സംസ്ഥാനത്തെ തകർന്ന സാമ്പത്തിക നിലയുണ്ടല്ലോ, അതിനെ തിരിച്ചു പിടിക്കാൻ, ഈ ജനിച്ചു വീഴുന്ന കൊച്ചിൻ്റെ തലയ്ക്ക് വരുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ കടമുണ്ടല്ലോ, അത് മാറ്റി എഴുതാൻ ഞങ്ങൾക്ക് കൃത്യമായ പ്ലാൻ ഉണ്ടെന്നേ. ആ പ്ലാനിന് കിഫ്ബി എന്ന ഓമനപ്പേരുണ്ടാവില്ല, ലൈഫ് എന്ന ഓമനപ്പേരുണ്ടാവില്ല. പക്ഷേ വിഷണറിയായ ഒരു ലീഡർഷിപ്പ്, വിഷണറിയായ ഒരു എക്കണോമിക് പോളിസി അത് ഞങ്ങളെ സംബന്ധിച്ചുണ്ട്. അത് ഞങ്ങൾ ജനങ്ങളുമായി സംവദിക്കുന്നുണ്ട്, ജനങ്ങളുമായി ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. അത് പറഞ്ഞു തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. അത് പറഞ്ഞു തന്നെ ഇനി വരും ദിവസങ്ങളിലും മുമ്പോട്ട് പോവുകയും ചെയ്യും. ശ്രീ എസ് നന്ദു, നമ്മുടെ നാട്ടിൽ ക്രോസ് വോട്ടിംഗ് ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ LDF CPM ഡീലെന്നോ UDF BJP ഡീലെന്നോ ഒക്കെ പറയാറുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ആരോപിക്കാറുണ്ട് പരസ്പരം. എന്നതുപോലെ തന്നെ ചിലപ്പോഴൊക്കെ BJP സ്ഥാനാർത്ഥി ജയിക്കാതിരിക്കാനുള്ള ക്രോസ് വോട്ടിംഗ് നടക്കാറുണ്ട്. അത് 2 പാർട്ടികളോ 2 മുന്നണികളോ ഒക്കെ അറിഞ്ഞുകൊണ്ടാണെന്നുള്ളതല്ല കേട്ടോ. ഇപ്പോൾ മഞ്ചേശ്വരത്ത് നിന്നൊരു സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ ആ പാർട്ടി തീരുമാനമെടുക്കുന്നുണ്ട്. നേമത്തൊഴികെ ബാക്കിയുള്ള എല്ലാ മണ്ഡലങ്ങളിലും വെൽഫെയർ പാർട്ടി UDFനെയാണ് പിന്തുണയ്ക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് രാഷ്ട്രീയത്തിലുണ്ട്. അപ്പോൾ അതിനെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ കയ്യിൽ അട്ടിപ്പേറായി കുറേ വോട്ടുണ്ടാവുകയും ആ വോട്ടെല്ലാം കൊണ്ടുപോയി അവർക്ക് വേണ്ടത്ര സന്ദർഭത്തിൽ ഇത്തവണ അവർക്ക് അല്ലെങ്കിൽ മറ്റവർക്ക് എന്ന രീതിയിൽ കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ. ഞാൻ താങ്കൾ ഈ അവസരം വരുമ്പോൾ എനിക്ക് 3ാമത്തെ അവസരവും അരുൺ ചേട്ടനും 3ാമത്തെ അവസരവും വസന്ത് തെങ്ങുംപള്ളിക്ക് 4ാമത്തെ അവസരം കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഒരു ടേം കൂടി താങ്കൾ എന്നിലേക്ക് വരുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ശ്രീ KS അരുൺകുമാർ അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹം വെല്ലുവിളി പോലെ കോൺഗ്രസിൻ്റെ പ്രതിനിധിയോട് ചോദിച്ചൊരു കാര്യമുണ്ട്. നിങ്ങൾക്ക് പിണറായി വിജയൻ സർക്കാരിനെതിരെ ഒരു അക്ഷരം മിണ്ടാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് അരുൺകുമാർ അദ്ദേഹം സംസാരിക്കുന്ന അവസാനത്തെ ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു.
അപ്പോൾ ആ വെല്ലുവിളിയിൽ നിന്ന് തന്നെ CPM-ന് ഉണ്ടാവുന്ന ഒരു ആത്മവിശ്വാസത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് വേണം. അതായത് കോൺഗ്രസ് നേതാവായിട്ടുള്ള എന്നും CPM-ന്റെ നിത്യവിമർശകനായിരുന്ന ശ്രീ K. സുധാകരൻ ഉൾപ്പെടെ ഒരു തുടർഭരണത്തിലേക്കുള്ള സാഹചര്യത്തെ എടുത്തു കാണിക്കുന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ വരുന്നൊരു ഘട്ടത്തിലാണ്. അതുപോലെ തന്നെ CPM-ന്റെ കയ്യിലെ വിഴുപ്പ് ഭാണ്ഡമെന്ന് കോൺഗ്രസ് പരിഹസിച്ചിരുന്ന PK ശശി ഉൾപ്പെടെയുള്ള വിഴുപ്പ് ഭാണ്ഡങ്ങളെ കോൺഗ്രസ് ചുമന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് വരുന്നത്. ആ സമയത്താണ് കൃത്യമായിട്ട് കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് മറ്റൊന്നിനെക്കുറിച്ചും ചർച്ച ചെയ്യാൻ നിൽക്കാതെ നേരിട്ട് ഒരു ഡീൽ എന്ന ചർച്ചയിലേക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ അന്തസത്തയെ കൊണ്ടെത്തിക്കുന്നത്. സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടേണ്ട നിരവധിയായ വിഷയങ്ങളുണ്ട്. ആ നിരവധിയായ വിഷയങ്ങളിൽ നിന്ന് ഇപ്പോൾ ആരോഗ്യ രംഗത്തുണ്ടായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ മരുന്ന് ക്ഷാമം, അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ രംഗത്തുണ്ടായിട്ടുള്ള ഈ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിന്, അല്ലെങ്കിൽ ആരോഗ്യ രംഗത്തുണ്ടായിട്ടുള്ള ആളുകളുടെ എണ്ണത്തിന്റെ കുറവ്, വിദ്യാഭ്യാസ രംഗത്തുണ്ടായിട്ടുള്ള സ്കില്ലിംഗ് ഗ്യാപ്പ് ഉൾപ്പെടെ നിരവധിയായ വിഷയങ്ങൾ ചർച്ചയിലുണ്ട്. യുവാക്കളെ വഞ്ചിക്കുന്ന വിഷയം, അങ്ങനെ നിരവധിയായ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ അവസരം കിട്ടിയ ഒരു തെരഞ്ഞെടുപ്പിൽ കേവലമായ രാഷ്ട്രീയ ഡീലുകളെ കുറിച്ച് മാത്രം ചർച്ച ചെയ്യുന്നതിന്റെ പിന്നിൽ കൃത്യമായ ഉദ്ദേശം കോൺഗ്രസിനുണ്ട്. ആ കോൺഗ്രസിന്റെ ഉദ്ദേശം ഇപ്പോൾ അഭിലാഷ് താങ്കൾ സംസാരിക്കുമ്പോൾ താങ്കൾ ചില കാര്യങ്ങൾ നറേറ്റ് ചെയ്തല്ലോ. ആ നറേഷൻ താങ്കളുടെ എക്സ്പീരിയൻസിൽ നിന്നുണ്ടായിട്ടുള്ള നറേഷൻ, താങ്കൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി കണ്ടിട്ടുള്ള ഇലക്ഷനുകളിൽ കണ്ടിട്ടുള്ള ചില കാര്യങ്ങളെ കുറിച്ചാണ് താങ്കൾ ഇപ്പോൾ എന്നോട് ചോദിക്കുമ്പോൾ ആ ഒരു ചോദ്യം എന്നുള്ള നിലയിൽ വെച്ചത്. അതുപോലെ നിങ്ങൾ നോക്ക്, കേരളത്തിനകത്ത് ഈ പറയുന്ന CPM UDF ബായി രംഗത്തിന് ആരാണ് ഒരു കുട പിടിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആരാണ് ഇതിൻ്റെ ഇടനിലക്കാരൻ എന്ന് ചോദിച്ചാൽ അത് SDPI-യും ജമായത്തെ ഇസ്ലാമിയും അതുപോലെ PDP-യുമാണ് എന്നുള്ള സത്യം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് വരുന്നൊരു സാഹചര്യത്തിൽ സ്വന്തം ജാള്യത മറയ്ക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് BJP-യിലേക്ക് ഇതിനെയൊക്കെ ചേർത്ത് വെക്കുന്നത്. ഞങ്ങൾ ഈ കേരളത്തിനകത്ത് കഴിഞ്ഞ 2025 മാർച്ച് മാസത്തിൽ ആരംഭിച്ച ഞങ്ങളുടെ ക്യാമ്പയിനാണ് വികസിത കേരളം എന്ന ക്യാമ്പയിൻ. ആ വികസിത കേരളം ക്യാമ്പയിനാണ് ഞങ്ങൾ ഈ കാലം അത്രയും പറഞ്ഞു പോയത്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടത്തിൽ തുടങ്ങി ഇന്ന് വരെയും ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നതും ചർച്ച ചെയ്യിപ്പിക്കുന്നതും വികസിത കേരളത്തിലേക്കുള്ള ഓരോ സ്റ്റെപ്പും ക്ലോസർ ആവണം, വികസിത കേരളം കേരളത്തിനകത്ത് ഉണ്ടാവണം, കേരളത്തിൻ്റെ സർവ്വ മേഖലകളിലും നമുക്കുണ്ടായിട്ടുള്ള പിറകിലേക്കുള്ള പോക്ക് അത് തിരിച്ചു കൊണ്ടുവരണം. ഞാൻ ഒരൊറ്റ ഉദാഹരണം താങ്കളോട് പറയാം. ഇന്ന് കേരളത്തിലെ ചെറുപ്പക്കാർ മുഴുവൻ വിദേശത്താണ് എന്ന് എല്ലാ മാധ്യമങ്ങളും പല ഘട്ടങ്ങളിലും ചർച്ച ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ നോക്കേണ്ടത്, കേരളത്തിലെ ചെറുപ്പക്കാരികളും വിദേശത്തേക്ക് പോകുമ്പോൾ സ്വന്തം പേരക്കുട്ടികളെ കാണാൻ വിസിറ്റിംഗ് വിസ എടുത്ത് കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ട സാഹചര്യത്തിലേക്ക് കേരളത്തിലെ മുതിർന്ന പൗരന്മാർ അടക്കമുള്ളവർ പോകുന്നു. 19 മാസമായി ഞങ്ങൾ ക്ഷേമ പെൻഷനുകൾ കൊടുത്തു എന്ന് ആവേശത്തോട് പറയുന്ന LDF-ന്റെ പ്രതിനിധി, UDF-ന്റെ പ്രതിനിധി ഒരു വാക്കുകൊണ്ട് പോലും പ്രതിരോധിക്കുന്നില്ല. 19 മാസമായി കേരളത്തിലെ കെട്ടിട നിർമ്മാണ ക്ഷേമനിധി പെൻഷൻ കൊടുത്തിട്ട് ആ പൈസ എന്ന് പറയുന്നത് സർക്കാർ ഔദാര്യമായി കൊടുക്കുന്നതല്ല, അവർ ഈ പറയുന്ന കെട്ടിട ക്ഷേമനിധിയിലേക്ക് അടച്ച തുകയിൽ നിന്നാണ് സർക്കാർ ഈ പൈസ കൊടുക്കേണ്ടത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ, ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ അവസരമുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ ജനകീയ വിഷയങ്ങളിൽ നിന്ന് UDF ഒളിച്ചോടുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പിണറായി വിജയന്റെ 3ാം ഭരണത്തിന് അവസരം ഒരുക്കി കൊടുക്കുന്ന ദല്ലാളിന്റെ പണി, ആ പണി കേരളത്തിലെ കോൺഗ്രസും VD സതീശനും എടുക്കുന്നു എന്ന കൃത്യമായ സ്റ്റാൻഡ് BJP-ക്കുണ്ട്. അതാണ് BJP-യുടെ ആരോപണം. ശരൺകുമാർ ഇപ്പോൾ സൂചിപ്പിച്ച ക്ഷേമനിധി പെൻഷൻ, അത് തൊഴിലാളികളുടെ അംശാദായം സ്വീകരിക്കുന്ന സംവിധാനമാണ്. അതടക്കമുള്ള വിഷയങ്ങൾ ആവനാഴിയിലുണ്ട്. ഇപ്പോൾ ജനങ്ങൾ എന്ന് പറയുന്നത് ഈ പ്രസംഗം കേട്ടോ അല്ലെങ്കിൽ ചർച്ച കണ്ടോ മാത്രം വോട്ട് ചെയ്യുന്ന ആളുകളല്ലല്ലോ. ജനങ്ങൾ അവരുടെ ജീവിതാനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യുമ്പോൾ നമ്മൾ എത്ര പരസ്യം കൊടുത്താലും എന്തോരം PR ചെയ്താലും അവരുടെ അനുഭവമായിരിക്കും അതിന് മുകളിൽ നിൽക്കുക. അഭിലാഷേ, ഞാനതിലേക്ക് വരാം. ഞാൻ വളരെ ആധികാരികമായിട്ട് ഊന്നി പറഞ്ഞൊരു കാര്യമാണ് ശ്രീ VD സതീശനും KPCCയുടെ പ്രസിഡന്റ് സണ്ണി ജോസഫും കൊടുത്ത തെരഞ്ഞെടുപ്പ് അഫിഡവിറ്റിൽ അവർ കോടിക്കണക്കിന് രൂപ ആപ്പ് വെച്ച് പിരിച്ച് ഞങ്ങളുടെ അക്കൗണ്ടിൽ പണം സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറഞ്ഞ ആ തുകയെപ്പറ്റി ഒരു വരി ഉച്ചരിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ AICCയുടെ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഇത്തരത്തിലൊരു പണം കിടക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ പണം എവിടെ എന്ന ചോദ്യം കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർന്നു വരും. അത് ചർച്ചയാക്കരുത്. ഇട്ട കല്ലിപ്പോൾ കണ്ടിട്ടുണ്ടോ കാണാനുണ്ടോ എന്നുള്ള വിഷയം ഗൗരവമാണ്. ആ സമയത്തും ഇവിടെ പറയുന്നത് ഞങ്ങൾ നുണ പ്രചരിപ്പിക്കുകയാണ് എന്നുള്ള തരത്തിലാണ്. കോടിയേരി ബാലകൃഷ്ണൻ കേരളത്തിന്റെ നിയമസഭയിൽ ചോദിച്ച ചോദ്യം, അത് ഉമ്മൻചാണ്ടി കൊടുത്ത മറുപടി, ആ മറുപടിയിൽ 5 വർഷം കൊണ്ട്
ചോദ്യം നമ്പർ 3221 നമ്പർ ചോദ്യം, നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യം. ആകെ കണക്ക് കൂട്ടിയാൽ 4260 വീട് മാത്രം 5 കൊല്ലം കൊണ്ട് കൊടുത്ത UDF. ആ UDFന്റെ പ്രതിനിധിയാണ് ഇപ്പൊ പറയുന്നത് ഞങ്ങൾ വരുമ്പോ പേര് മാറും, ലൈഫ് ഉണ്ടാവില്ല, അതുണ്ടാവില്ല, ഇതുണ്ടാവില്ല. ഇതൊക്കെ കേരളത്തിൽ വ്യക്തമാണ്. രണ്ടാമത്തെ കാര്യം കടം. ഇദ്ദേഹം പറഞ്ഞല്ലോ ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കടമുള്ള സംസ്ഥാനങ്ങളുടെ ആദ്യ 17 സ്ഥാനത്ത് ഈ കേരളം ഇല്ല. പണ്ട് 4ഉം 5ഒക്കെ പറഞ്ഞു, ഇപ്പൊ 18ാം സ്ഥാനത്താണ്. കടം കൂടിയെന്ന് അദ്ദേഹം പറഞ്ഞേ. 57ലെ ഗവൺമെന്റ് മുതൽ ഓരോ ഗവൺമെന്റിന്റെ കാലത്തും 5 വർഷം കൊണ്ട് കടം ഇരട്ടിയായിട്ടുണ്ട്. എന്നാൽ ഈ കഴിഞ്ഞ 5 വർഷം കടം ഇരട്ടിയായിട്ടില്ല. പക്ഷെ വരുമാനമാണ് 3 ഇരട്ടിയായി മാറിയത്. വരുമാനം കേരളത്തിന്റെ 3 ഇരട്ടിയായി മാറുമ്പോൾ നിങ്ങൾ പറഞ്ഞില്ലേ സപ്ലൈകോ പൂട്ടും, പെൻഷൻ എന്നേക്കുമായിട്ട് മുടങ്ങും, അതുപോലെ തന്നെ എല്ലാ തരത്തിലും കുടിശ്ശികയാകും എന്നൊക്കെ പറഞ്ഞില്ലേ കഴിഞ്ഞ ഓണക്കാലത്ത്. സപ്ലൈകോ പൂട്ടിയോ? അതുപോലെ തന്നെ ട്രഷറി അടച്ചു പൂട്ടിയോ? അതുപോലെ പെൻഷൻ കുടിശ്ശിക വരുത്തിയോ? ഒരു പെൻഷനും കുടിശ്ശികയില്ല. കഴിഞ്ഞ 10 വർഷത്തെ ഭരണമെടുത്ത് പരിശോധിച്ച് നോക്ക്. അതുകൊണ്ട് ഞങ്ങൾ ആധികാരികമായി പറയുന്നു, ഈ തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയ വിഷയങ്ങളൊന്നും ഈ കേരളത്തിൽ ചർച്ചയാകരുത്. അതാണ് UDFന്റെ ലക്ഷ്യം. പിന്നെ BJPയുടെ സുഹൃത്ത് പറഞ്ഞല്ലോ കേരളത്തിൽ നിന്ന് പഠിക്കാൻ വേണ്ടി കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നു. അതിന്റെ ശതമാനം എടുത്തു നോക്ക്. 10 സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളം ഇല്ല. കേരളത്തിൽ നിന്ന് പഠനത്തിനും ജോലിക്കും വിദേശത്തേക്ക് കുട്ടികൾ പോകുന്നത് 57ലെ ആദ്യ ഗവൺമെന്റ് മുതൽ ഉള്ള സംഭവം തന്നെയാണ്. അപ്പൊ ഇതൊക്കെ വെച്ച് കേരളത്തെ അങ്ങ് ഇഴുത്തി കാണിക്കാൻ UDFും BJPയും മത്സരിച്ചാൽ കേരളമാണ് നമ്പർ 1. സാമ്പത്തിക അവലോകന റിപ്പോർട്ട് നിർമ്മല സീതാരാമൻ എനിക്ക് കെ എസ് അരുൺകുമാറിനോട് ഡയറക്റ്റ് ചോദ്യമുണ്ട്. നിങ്ങൾ പറഞ്ഞിരുന്ന കള്ളങ്ങളുടെ ഭാഗമായി നിങ്ങൾ ഇപ്പോൾ കോൺഗ്രസിനോട് ചോദിച്ചു. അത് ചോദിക്കേണ്ട ചോദ്യമാണ്, കേരളത്തിലെ പൊതുസമൂഹം ചോദിക്കുന്നുണ്ട്. നിങ്ങൾ പിരിച്ച പണം എവിടെയെന്നുള്ളത്. പക്ഷേ നിങ്ങൾ ഇവിടെ പറഞ്ഞ ഒരു നയാ പൈസ കേന്ദ്ര സർക്കാരിന്റെ പണമില്ലാതെയാണ് നിങ്ങൾ വയനാട് ദുരന്ത ബാധിതർക്ക് വീട് ഉൾപ്പെടെ വെച്ചു കൊടുത്തത്. ഞാൻ ചോദിക്കട്ടെ, സാസ്കി ഫണ്ട് എന്ന് പറയുന്ന 2024-25 വർഷത്തിൽ അനുവദിച്ചിട്ടുള്ള 529 കോടി രൂപയിൽ നിന്ന് 296 കോടി രൂപ ചെലവാക്കിയാണ് ടൗൺഷിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതെന്ന് നിങ്ങൾ കേരളത്തിലെ പൊതുസമൂഹത്തോട് എന്താ പറയാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ആ വിഷയം മറച്ചു വയ്ക്കുന്നത്? അത് നിങ്ങൾക്ക് അറിവില്ലാത്തത് കൊണ്ടാണോ അറിഞ്ഞത് കൊണ്ടാണോ? അരുൺകുമാർ, സമയം നമുക്ക് ഇതിനോടൊക്കെ അതിക്രമിച്ചു. തെളിവ് വേണമെങ്കിൽ ഞാൻ അരുൺകുമാറിന് തരാം. ഉത്തരം കേൾക്കാൻ തയ്യാറാകണം. ഞാൻ കേൾക്കാം. മുതൽ അല്ല ഞാൻ പറയാം. ഞാൻ പറയാതെ 2024 മുതൽ ഇവിടെ മാനേജ്മെന്റിന് വേണ്ടി അനുവദിച്ച മറ്റെല്ലാ സംസ്ഥാനങ്ങളും പണം മാത്രമാണ്. ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടിയെ എടുത്ത് ഉമ്മ വെച്ച് തിരിച്ചു പോയതല്ലാതെ ഒരു 529 കോടി രൂപ 529 കോടി രൂപ നിങ്ങൾക്ക് തന്നത് കേന്ദ്ര സർക്കാർ. നിരവധി വിഷയങ്ങൾ ചർച്ചയാവട്ടെ. ഏതെങ്കിലും ഒരു വിഷയത്തിൽ മാത്രം തളച്ചിടപ്പെടാതിരിക്കട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. വളരെ നന്ദി അരുൺ, അതുപോലെ തന്നെ ശ്രീ നന്ദു, ശ്രീ വസന്തങ്കമ്പള്ളി, 3 പേർക്ക് നന്ദി. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.